ഒരു ജനകീയ അമ്മച്ചി എന്നാണ് നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത്. എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചു പറ്റുന്ന ഒരു ശൈലിയായിരുന്നു അമ്മച്ചിയുടേത്. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞാനങ്ങ് വളർന്നത്. അപ്പോൾ അത്ര വലിയ ശക്തിയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നില്ല ഞാൻ പഠിച്ച തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ഈ KSC. പക്ഷേ ഞാൻ കോളേജ് വേണം ചെയർമാനായിട്ട് മത്സരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കുട്ടികൾ എന്നെ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു KSC എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കോളേജ് യൂണിയൻ്റെ ആദ്യത്തെ ഒരു വിജയമാണ് എന്നിലൂടെ ആ കോളേജിലുണ്ടായത്. പിന്നെ കുട്ടികൾക്കൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു സ്നേഹബന്ധനോടുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എടുത്തു, ഒരിക്കലും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യത്തെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഒരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. പക്ഷേ ഞാൻ വലിയ പോരാട്ടം നടത്തി, ജയിച്ചയം അടങ്ങൂ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ 416 വോട്ടിന് തോമസ് ഉണ്ണിയാടനായി ഞാൻ ജയിക്കാനുണ്ടായത്. ഞാനൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കൊണ്ട് പറയുക, നമുക്ക് ഇരിങ്ങാലക്കുടയിൽ മുഴുവൻ ആളുകൾക്കും വൈദ്യുതി കണക്ഷൻ കൊടുക്കണം. എല്ലാവരും കൊണ്ട് നീങ്ങി അവസാനം 2007 ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. പക്ഷേ ആ പരാജയം എന്നുള്ളതും ഞാൻ അവസാന വാക്കായി കാണുന്നില്ല. എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ MLA സമയത്ത്, അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ജനമൈത്രി പോലീസ് സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയത് ഇരിങ്ങാലക്കുട. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി കേരള കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിനേക്കാളുപരി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇരിങ്ങാലക്കുടയുടെ സ്വന്തം തോമസ് ഉണ്ണിയാടൻ സാറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. തോമസ് ഉണ്ണിയാടൻ എന്ന വ്യക്തിയെ ഞങ്ങൾക്ക് പരിചയം തോമസിനെ അല്ല, ഉണ്ണിയാടൻ എന്ന മനുഷ്യനെയാണ്. അപ്പോൾ ഈ ഉണ്ണിയാടൻ എന്നത് വാക്കിന് പിന്നിൽ എങ്ങനെയാണ് വന്നത്? ഈ മധ്യ തിരുവിതാംകൂറിലെ ഉണ്ണിയാടത്തെ ഫാമിലിയെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാല്യത്തെ പറ്റി, അതിൻ്റെ ഓർമ്മകൾ അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 7 മക്കളിൽ 6ാമത്തെ പുത്രനാണ്. എൻ്റെ ചാച്ചൻ PWD കോൺട്രാക്റ്റായിരുന്നു. അമ്മച്ചി ഒരു വീട്ടമ്മയും. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളൊരു കർഷക കുടുംബം കൂടിയാണ്. അങ്ങനെ വൈക്കത്ത് ഉള്ള ഒരു കുടുംബം. എൻ്റെ ഫാദർ PWD കോൺട്രാക്ട് എന്ന നിലയിൽ ഒരു A-class കോൺട്രാക്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു മതിപ്പുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു എൻ്റെ കുടുംബം. അങ്ങനെയുള്ള ഒരു ബാല്യകാലത്തിൽ ഞാനെൻ്റെ UP സ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തൊട്ടടുത്തുള്ള ഒരു അയ്യർകുളങ്ങര ഗവൺമെൻറ് സ്കൂളിലാണ്. പിന്നീട് ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ പോയത് വാഴക്കുളം ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂളിലേക്ക്. വീണ്ടും ഞാൻ 9ാം ക്ലാസ്സിലേക്ക് വീണ്ടും ഞാൻ വൈക്കത്തെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് വൈക്കത്തേക്ക് തിരിച്ചു വരികയുണ്ടായി. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലാണ് പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് അവിടെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. LB പഠിച്ചത് തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ലോ കോളേജിലാണ്. ഓക്കെ, നമുക്കതിലേക്ക് വരാം സാർ. പക്ഷേ ഈ ബാല്യത്തിൽ ഈ അച്ഛൻ്റെ സ്വാധീനം, അമ്മയുടെ സ്വാധീനം, അല്ലെങ്കിൽ എന്താവുമെന്നാണ് കരുതിയത്? ഒരു കർഷക കുടുംബത്തിലെ ബാലനാണ്. അപ്പോൾ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ കുടുംബത്തിൽ ആർക്കെങ്കിലും? എന്നെ സംബന്ധിച്ച് എൻ്റെ ചാച്ചൻ PWD കോൺട്രാക്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ. പക്ഷെ വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ആളുകളെ സഹായിക്കാൻ യഥേച്ഛം കാണുന്നുണ്ട്. വീടുകളിൽ ഒരുപാട് ആളുകൾ വരും. അതിൽ പലരും പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മച്ചി ഒരു ജനകീയ അമ്മച്ചി എന്നാണ് നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത്. എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചു പറ്റുന്ന ഒരു ശൈലിയായിരുന്നു അമ്മച്ചിയുടേത്. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞാനങ്ങ് വളർന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ബാല്യകാലത്ത് തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ചിന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കി. ഞാനായിരുന്നു എൻ്റെ പ്രസിഡൻറ്റ്. അതിലെല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു, ജാതി മത വ്യത്യാസമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും നിരവധി ആളുകളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും, അതിലും ജാതി മത രാഷ്ട്രീയമൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ ആ ഒരു സാംസ്കാരിക ക്ലബ്ബുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു
ഒരുപാട് ആളുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി പറ്റി. പിന്നെ അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കർഷക കുടുംബമായിരുന്നു. ഈ കർഷക കുടുംബമായപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോവും. ഞങ്ങൾ ചാച്ചൻ്റെ കൂടെ പോവും, ഞങ്ങൾ സഹോദരൻ്റെ കൂടെ പോവും. അപ്പോൾ ഈ കർഷകരുടെയും കർഷക തൊഴിലാളിയൊക്കെ വേദനകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു കാണാനുള്ള സാഹചര്യം വന്നു. അതൊരു നല്ലൊരു സാമൂഹ്യ അവബോധം കിട്ടിയ ഒരു സാഹചര്യമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ അന്ന് എൻ്റെ ചാച്ചൻ്റെ കൂടെ തിരുവനന്തപുരത്ത് MLA ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. അന്ന് വൈക്കത്ത് MLA PS ശ്രീനിവാസന CPI എൻ്റെ അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ആ നിലയിലുള്ള ഒരു MLA മാരുടെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ എനിക്ക് നേരിട്ട് മനസ്സിലാക്കേണ്ടി പറ്റി. അങ്ങനെയുള്ള ഒരു രീതിയിലൂടെയൊക്കെ മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിൽ ഒരു എന്താ പറയുക, പ്രത്യേകമായിട്ടൊരു മാനസികാവസ്ഥ അതിന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. ബാല്യകാലത്ത് തന്നെ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരും സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആളുകളാണ്, സഹജീവികളല്ലേ, അത് ഈശ്വരൻ്റെ മക്കളാണല്ലോ എല്ലാവരും. സ്നേഹിക്കണം, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നു, വിദ്യാർത്ഥികളുടെ ആണെങ്കിൽ അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു നല്ലൊരു സാമൂഹ്യ അവബോധം മനസ്സിൽ വന്നുള്ളതാണ്. ഏതൊരു രാഷ്ട്രീയക്കാരനും തീർച്ചയായിട്ടും ബാല്യകാലത്ത് തന്നെ കിട്ടുന്നൊരു സാമൂഹ്യ അവബോധം അവരുടെ ഒരുപാട് വളർച്ചയ്ക്കിടയാക്കും, നല്ല രാഷ്ട്രീയക്കാരനായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനാകും എന്നതുണ്ടായിരുന്നില്ല മനസ്സിലല്ലേ? പിന്നെ എപ്പോഴാണ് രാഷ്ട്രീയം എന്നുള്ളത് ജീവിതത്തിലേക്ക് വരുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്ന് KSC കേരള വിദ്യാർത്ഥി കോൺഗ്രസ് ആണ് ഞാൻ അതിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങിയത്. ഞാൻ പിന്നെ അവിടുന്ന് കോളേജ് യൂണിയൻ ചെയർമാനായി. എനിക്ക് കോളേജ് യൂണിയൻ ചെയർമാനായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു വലിയൊരു സങ്കല്പം ഉണ്ടായിരുന്നു. KSC എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് KSC. അതാണ് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്. KSCയിലാണ് സാർ ചേർന്നത്. ഓക്കെ. അപ്പോൾ അത്ര വലിയ ശക്തിയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ആയിരുന്നില്ല ഞാൻ പഠിച്ച തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ഈ KSC. പക്ഷേ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കുട്ടികൾ എന്നെ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു KSC എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കോളേജ് യൂണിയൻ്റെ ആദ്യത്തെ ഒരു വിജയമാണ് എന്നിലൂടെ ആ കോളേജിലുണ്ടായത്. അപ്പോൾ ഞാൻ ആ കോളേജിൽ അങ്ങനെ ഒരു കോളേജ് യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അന്നത്തെ പ്രിൻസിപ്പാൾ MRT നായർ സാർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിനാണ്. ഇതൊരു സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, കുട്ടികൾക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. അത് കുട്ടികളെല്ലാവരെയും സ്നേഹിക്കുക, അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണാൻ പാടില്ല, ജാതി മതമൊന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട സമയത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടെ, എന്നിലൊരു നല്ലൊരു താല്പര്യവും മതിപ്പൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ പ്രിൻസിപ്പൾ എന്നെ കാണുമെന്ന് പറഞ്ഞു ചെന്നു. അപ്പോൾ അദ്ദേഹം ഒരു ടെസ്റ്റ് മോണി എനിക്ക് എഴുതുന്നു. അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വിദ്യാർത്ഥി ലീഡർ ഞാനാണെന്നൊരു ടെസ്റ്റ് മോണി അദ്ദേഹം എഴുത്തരിയുണ്ട്. എനിക്ക് വലിയൊരു ആഹ്ലാദം തോന്നി. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ ഈ കോളേജ് യൂണിയൻ ചെയർമാനാകുമ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കൊണ്ടു നടന്നപ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് ആകരുത്, ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് ആകണം. എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ മെയിൻ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ഉള്ളിലേക്കാണ് ഞങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മെയിൻ റോഡിലൂടെ പോകുന്ന രാവിലെ പോകുന്ന ബസ്സുകളും വൈകുന്നേരം പോകുന്ന ബസ്സുകളും മെയിൻ റോഡിൽ നിന്ന് കോളേജിലേക്ക് വന്ന് കുട്ടികളെ ഇറക്കിയിട്ട് വേണം പോകാൻ. പക്ഷേ ആ സമയത്ത് ഒരു ബസ്സുകാരൻ ഇതിന് തയ്യാറായില്ല, തുടർച്ചയായിട്ട് ചില ദിവസങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ കുട്ടികൾ വല്ലാണ്ട് വിഷമിച്ചു. അവർ പറഞ്ഞു, അങ്ങനെ ഒരു ബസ്സുകാരനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഡ്രൈവറെ ചോദ്യം ചെയ്യണം, അടി കൊടുക്കണം, തല്ല് കൊടുക്കണം, ബസ്സിനിട്ട് എന്തെങ്കിലും കല്ലെറിയണം എന്നൊക്കെ രീതി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഡിസ്ട്രിക്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിൻ്റെ ഒക്കെ പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ നമുക്ക് വലിയ വിടരുത്, ഇത് സമാധാനത്തോടെ നിന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബസ്സുകാരോട് സംസാരിക്കുക പോവുകയാണ്, അവരോട് ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, ഈ ചെയ്ത കാര്യങ്ങൾക്ക് കുട്ടികളോട് ആ നിലയിൽ സമാധാനം പറയുന്ന സാഹചര്യം ഉണ്ടാക്കണം, ഞാൻ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ബസ്സുകാരെ കണ്ടു പറഞ്ഞു, നിങ്ങൾ ചെയ്ത് ശരിയായില്ല, ഇനി മേലെ ഇത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഓക്കെ. അതുകൊണ്ട് കുട്ടികൾ വളരെ പ്രൊവോക്കേറ്റീവാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും നിങ്ങൾ കോളേജിൽ വന്ന് കുട്ടികളുടെ ക്ഷമ പറ, മേലിൽ ആവർത്തിക്കില്ല എന്ന് പറ, അല്ലെ വലിയ നാശത്തിലേക്ക് പോകും. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് ഒരു തരത്തിലൊരു ചെറിയ ഒരു നല്ല നിർദ്ദേശവും, എന്നാൽ കാര്യങ്ങൾ സമാധാനത്തിൽ തീർക്കണമെന്നുള്ള ആഗ്രഹത്തിന് പേര് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവർ ബസ്സുകാരൊക്കെ കോളേജിൽ വന്ന് കുട്ടികളും അധ്യാപകരോടും ഒക്കെ തന്നെ പറഞ്ഞ് ഞാൻ നിങ്ങളിത് മേലെ ആവർത്തിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം. പിന്നെ പിറ്റേ ദിവസം മുതൽ ബസ് സ്കൂളിൽ വന്നു. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് ആ ബസ് ഒരുപക്ഷെ കുട്ടികളൊക്കെ പോയി കല്ലെറിയോ അതൊരു തീവെപ്പോ ഒക്കെ ഉണ്ടാകല്ലോ, വലിയൊരു നാശത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അതെ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഒഴിവാക്കാൻ പറ്റി. പിന്നെ കുട്ടികൾക്കൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു സ്നേഹബന്ധം എന്നോടുണ്ടായി. ഞാൻ ആ സമീപനത്തിലാണ് മുന്നോട്ട് പോയത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എടുത്തു, ഒരിക്കലും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യത്തെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഒരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു അവിടുന്ന് രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒന്ന്, ഞാനൊരു പൊതുപ്രവർത്തകനാവും എന്നുള്ളതും, രണ്ട്, ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാവണം എന്നുള്ളതും. അതെ, കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാകണമെന്ന് എപ്പോഴും മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിനൊരു എനിക്ക് തോന്നുന്നു ബാല്യകാലത്തിലൊക്കെ അങ്ങനെ കിട്ടിയൊരു കാര്യം കൊണ്ട് ഇന്നും ഞാൻ ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ ആളല്ല. അതെ. എനിക്ക് നിയമസഭയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ബെല്ലിറങ്ങുക എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, അങ്ങോട്ട് പോലും ഇറങ്ങാൻ എനിക്ക് മടിയാണ്. അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഡൈസിനകത്തോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. അത് ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരും തെറ്റുകാരൊന്നുമല്ല. ഞാൻ പക്ഷേ പറഞ്ഞത് ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ അപ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല. അങ്ങനെ വരുമ്പോൾ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരും, നമ്മളൊരു മാതൃകയാണല്ലോ, അതെ. മറ്റുള്ളവരൊക്കെ ഇത് കാണുകയാണല്ലോ, അവരുടെ ജീവിതത്തിൽ നമുക്കൊരു സന്ദേശം കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത്. സന്ദേശം കൊടുക്കാൻ മതി, എനിക്ക് അങ്ങനെ ആകാൻ കഴിയൂ. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യം. നമ്മളൊന്ന് എന്തെങ്കിലും ആകാൻ വേണ്ടി ആകുന്നതല്ല. അങ്ങനെ ഒരു സ്വഭാവത്തിൽ ഒരു ശൈലിയുടെ ആളായി ഞാൻ മാറി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഒരു അനുനയത്തിൻ്റെ പാത അതാണ്. എപ്പോഴും അതെ, ഞാനൊരു അനുനയത്തിൻ്റെ പാതയിലൂടെയാണ് എപ്പോഴും പോകുന്നത്. അത് ബാല്യകാലം തൊട്ട് ഇപ്പോൾ വരെ ഒരു അനുനയത്തിൻ്റെയും മധ്യസ്ഥത്തിൻ്റെയും രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. KSE കോളേജ് യൂണിയൻ ചെയർമാൻ ആയി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിയമം പഠിക്കാം എന്നുള്ളത് എന്തുകൊണ്ടാണ് നിയമം തിരഞ്ഞെടുത്തത്? ഞാൻ ഒരു അഭിഭാഷകനായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേട്ടോ. നമ്മുടെ ബാല്യകാലത്തുണ്ടാകുന്ന ചിന്തകൾ ഭാവി ജീവിതത്തെ എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ്. എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലിരുന്ന്, അന്ന് സൈക്കിളിലാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ സൈക്കിളിൽ ഞാൻ ഒരു ഏതാണ്ട് സന്ധ്യയാകുന്ന സമയത്ത്, ഡൈനോമയുള്ള സൈക്കിളാണ്, ഈ ടയർ കറങ്ങി ഡൈനോമയിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ലൈറ്റ് കത്തുന്ന ആണ് അന്നത്തെ സൈക്കിളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാനെന്തോ ആ സമയത്ത് ഡൈനോമ ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അങ്ങനെ കുറച്ച് പോയപ്പോഴത്തേക്ക് ഒരു പോലീസ് എന്നെ തടഞ്ഞു നിർത്തി, ഇങ്ങനെ ലൈറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ഇടാവുന്നൊരു സമയം കൂടി ആകുന്നുള്ളൂ. എങ്കിലും പോലീസ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടങ്ങ് പോയില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സമൻസാണ് എനിക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഇച്ചാച്ചന് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈ കേസിലൊക്കെ കുടുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ അത് വിഷമം കൊണ്ടാകാം. എന്തായാലും ഇച്ചാച്ചന് അതിനൊരു വിഷമം തോന്നിയതിൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നു. വക്കീലിനെ വെച്ചു കോടതിയിൽ. വക്കീലിനെ വെച്ച് ഞാനതിൽ പ്രതിക്കൂട്ടി കയറി നിൽക്കുക, ഒരു കൊച്ചു പയ്യനായിട്ട് നിൽക്കുന്ന ഞാൻ പ്രതിക്കൂട്ടി കയറി നിൽക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കോടതിയിൽ ഈ വക്കീലുമാരൊക്കെ ഭയങ്കരമായിട്ട് കേസിൽ വാദിക്കുന്നു, എക്സാമിനേഷൻ നടത്തുന്നു, മജിസ്ട്രേറ്റ് ഇരിക്കുന്നു, പോലീസ് ഇരിക്കുന്നു. അപ്പോൾ ഇതൊരു മെച്ചപ്പെട്ട ഒരു പ്രൊഫഷനാണ്. ഒരു വല്ലാത്തൊരു ചിന്ത മനസ്സിലേക്കുണ്ടായി, എനിക്കൊരു അഭിഭാഷകനാണ്, നല്ല പ്രൊഫഷനാണ്, ആളുകൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെയാണ് ഒരു അഭിഭാഷകനാകണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത്. അതനുസരിച്ച് തന്നെ ഞാൻ അഭിഭാഷകനായി. 16 വർഷത്തോളം മികച്ച നിലയിൽ തന്നെ വൈക്കത്തും കോട്ടയത്തും എറണാകുളത്ത് ഹൈക്കോടതി ഞാൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരു അഭിഭാഷ രീതിയിലേക്ക് പ്രവേശിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. മനസ്സിലുണ്ടായ ബാല്യകാലത്തിലുണ്ടായിട്ടുള്ള ഒരു ചിന്തയും ഒരു സ്വപ്നവും. അതാണ് സ്വപ്നങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ല ജീവിച്ചിരിക്കും മീൻസ് ലൈവായി കാണണം. ഉറക്കത്തിലുള്ള സ്വപ്നമല്ലല്ലോ. നമ്മൾ നല്ല ഉന്മേഷത്തോടെ കാണുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ടാകണം.
എന്നുള്ള ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയ അങ്ങനെ സാഹചര്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ പൊളിറ്റീഷ്യൻ ആയില്ലായിരുന്നോ എങ്കിൽ മികച്ചൊരു അഭിഭാഷകനാകുമായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അഭിഭാഷക ജോലിയിൽ ആയിരുന്നോ? അഭിഭാഷകനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 16 വർഷം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഞാൻ പല കോടതിയിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഭേദപ്പെട്ടൊരു അഭിഭാഷകനായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ധാരാളം ക്ലയൻസ് ഉണ്ടായിരുന്നു എന്നോടൊപ്പം. അവസാന സമയത്തൊക്കെ ധാരാളം ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ചിന്ത മനസ്സിലുണ്ടായത്, ചിന്തയല്ല, അതിന് പ്രവർത്തനം കാണിച്ചു കൊടുത്തത്, ആ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ശരിക്കും പ്രൊഫഷൻ ആയിരിക്കണം. ക്ലയൻസിനോട് 100% നീതി പുലർത്തണം. ഞാൻ അന്ന് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, പക്ഷേ രാഷ്ട്രീയമൊക്കെ എൻ്റെ വക്കീൽ ഓഫീസിൻ്റെ പുറത്ത് വരെ ഉള്ളിലേക്ക് കയറുമ്പോഴും കോടതി ചെല്ലുമ്പോഴും പ്രൊഫഷണലും പൊളിറ്റീഷ്യനുമായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാറില്ല. എൻ്റെ മുന്നിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത് ക്ലയൻസാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കഠിനമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ MLA ആയ സമയത്തും ഞാൻ എൻ്റെ ക്ലയൻസായിട്ടാണ് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ എൻ്റെ നിയമത്തെ ആളുകൾ കണ്ടത്. കാരണം എൻ്റെ സ്വന്തമാണ്. അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കണം. അവരെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ കാണണം. അവർക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ആത്മാർത്ഥമായ പരിശ്രമം. ഒരിക്കലും പ്രൊഫഷണലും പൊളിറ്റീക്സ് തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ ജേണിയിൽ തോന്നിയിട്ടുണ്ടോ അഭിഭാഷകനായി തുടർന്നാൽ മതിയായിരുന്നു എന്ന്? അല്ല, അങ്ങനെ നമ്മൾ MLA ആയി കഴിയുമ്പോൾ പിന്നെ MLA എന്നുള്ള ആ പദവിയോട് നമ്മൾ നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ അഭിഭാഷകനും MLA ആയിട്ട് പോയാൽ ശരിയാകില്ല. മുഴുവൻ സമയം MLA ആയി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ. അപ്പോൾ പിന്നെ അഭിഭാഷകയിലേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ അതിലേക്ക് പോയിട്ടുമില്ല. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പ്രൊഫഷനാണ്. ആ നിലയിൽ പോയാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഹൈക്കോടതി ജഡ്ജി വരെ എനിക്കാകാൻ പറ്റുമായിരുന്നു. കാരണം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാകുന്നൊരു സാഹചര്യമൊക്കെ അവസരമൊക്കെ എനിക്ക് വന്നു ചേരുമായിരുന്നു. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ MLA ആയി കഴിയുമ്പോൾ പിന്നെ ആ നാടിനോട് ജനങ്ങളോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായി മുഴുവൻ സമയം ആ നിലയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് പിന്നെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് അവസ്ഥയിലാണോ നമ്മൾ പോകുന്നത് ആ അവസ്ഥയോട്, ആ പദവിയോട് 100% നീതി പുലർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. അപ്പോൾ റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല? ഇല്ല. പിന്നെ ഞാൻ MLA എന്ന നിലയിലുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഒരു നല്ല സ്നേഹത്തോടെ അത് ആസ്വദിച്ച് തന്നെയാണ്. അതിലേക്ക് വരാം. സർ, 96-ലാണ് ആദ്യമായി ഇലക്ഷനെ നേരിടുന്നത് അല്ലേ? അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു വിജയമായിരുന്നില്ല. ആദ്യത്തെ പരാജയം അതിനെങ്ങനെയാണ് ഉൾക്കൊണ്ടത്? ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ, യുവജന സംഘടനയാണ് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് എന്നോട് മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മാണി സാറാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് ഈ കടുത്തുരുത്തി, ഇടുക്കി സീറ്റുകളൊക്കെയാണ് ആ നിലയിൽ മത്സരിക്കണം എന്നുള്ള നിലയിൽ ഒരു ആഗ്രഹം എൻ്റെ മനസ്സുണ്ടായത്. കാരണം അത് ഒരു വലിയ എഫർട്ടില്ലാതെ ജയിക്കാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. പക്ഷേ എന്നോട് നിർദ്ദേശിച്ചത് ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇരിങ്ങാലക്കുടയെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ അതൊരു C ക്ലാസ് മണ്ഡലമാണ്. ഈ C ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDFിനകത്തായാലും LDFിനായാലും A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് മണ്ഡലങ്ങളാണ്. A ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥിരമായി ജയിക്കുന്ന ഒരു ജയിക്കും. B ക്ലാസ് എന്ന് പറഞ്ഞാൽ ജയവും പരാജയവും മാറി മാറി വരുന്ന മണ്ഡലമാണ്. C ക്ലാസ് എന്ന് പറഞ്ഞാൽ UDF ജയിക്കാത്ത മണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ UDF ജയിക്കാത്തൊരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. അപ്പോൾ അങ്ങോട്ടാണ് മത്സരിക്കാൻ വിട്ടത്. അങ്ങനെ വന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ മത്സരരംഗത്ത് വന്നു. ആ മത്സരരംഗത്ത് വന്ന സമയത്ത് ഞങ്ങളുടെ യുവജന സംഘടനയുടെ ഒരു യുവചേതന യാത്ര എന്നൊരു യാത്ര ഉണ്ടായി. ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ കാസർഗോഡേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു കാറും ഞാൻ സഞ്ചരിച്ച കാറും ബസ്സുമായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ ഗുരുതരമായ ഒരു അപകടമായിരുന്നു. എൻ്റെ ഇടത് കൈ 3 ഒടിഞ്ഞു, അസ്ഥി. അങ്ങനെ ഒടിവിനെ തുടർന്ന് ഞാൻ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ 96-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായൊരു മാനസികാവസ്ഥ, ശാരീരികമായൊരവസ്ഥ, മാനസികമായൊരു വിഷമം, ഇതെല്ലാം കൊണ്ടാണ് പോയത്. പക്ഷേ ഞാൻ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചു. പക്ഷേ വിജയിച്ചില്ല. പക്ഷേ ഒരു തീരുമാനം ഞാൻ മനസ്സിലെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ഞാൻ മത്സരിച്ച് വിജയിക്കുക തന്നെ ചെയ്യും എന്നൊരു വലിയൊരു പ്രതിജ്ഞയുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു വിഷനായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ആ വിഷനുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, പരാജയപ്പെടൽ മാത്രമല്ല വിജയിക്കാനും നമുക്ക് കഴിയും എന്നും
ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടാണ് ഞാൻ തോൽവിയെ തുടർന്നാണേലും അവിടെ തിരിച്ചു പോരുന്നത്. അങ്ങനെ ഒരു വലിയൊരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ട ഒരു സന്ദർഭമാണത്. 2001 ഇരിങ്ങാലക്കുട കൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ 96 മുതൽ 2001 വരെയുള്ള ഒരു കാലത്ത് ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. എങ്ങനെയാണ് ആ വിജയം സാധ്യമായത്? ഞാൻ 96 പരാജയത്തിന് ശേഷം ഇടയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ പോകുമായിരുന്നു. ഇരിങ്ങാലക്കുടക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുമായിരുന്നു. അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ 2001 വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ വിജയിച്ച് അടങ്ങൂ എന്ന ഒരു വലിയ ചിന്തയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ മത്സരിക്കാനായിട്ട് ചെല്ലുന്ന സന്ദർഭത്തിൽ എനിക്ക് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അന്നത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി T. ശശിധരൻ. ഒരു തീമാറുന്ന നേതാവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ ഒരാളാണ്. കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളൊക്കെ ഇരിങ്ങാലക്കുടയിൽ വന്ന് DYFIയുടെ സെക്രട്ടറിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം ഒരവസരത്തിൽ പത്രക്കാർ പറയുന്ന പോലെ ഞാൻ കേട്ടു, എൻ്റെ ഭൂരിപക്ഷം 10,000-ൽ താഴെയാണെങ്കിൽ തോറ്റതായിട്ട് വേണേൽ കൂട്ടിക്കോ എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ടായി. അത്രയ്ക്ക് ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ഞാൻ വലിയ പോരാട്ടം നടത്തി. ജയിച്ചയം അടങ്ങൂ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ 416 വോട്ടിന് തോമസ് ഉണ്ണിയാടനായി ഞാൻ ജയിക്കാനുണ്ടായത്. അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ബന്ധമില്ലാത്ത UDFൻ്റെ C ക്ലാസ് സീറ്റായിട്ടുള്ള ഇരിങ്ങാലക്കുട UDFിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇരിങ്ങാലക്കുട UDF മണ്ഡലമാക്കി MLA ആക്കി മാറ്റുന്നത്. ആ സന്ദർഭത്തിൽ വലിയൊരു വാർത്തയായിരുന്നു അത്. ഇരിങ്ങാലക്കുടയിൽ UDF ജയിച്ചത്. അത് എന്നിലൂടെ സാധ്യമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സർ, 3 ടേം ഇരിങ്ങാലക്കുട MLA ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 2017 കേരളം സമ്പൂർണ്ണ ഇലക്ട്രിസിറ്റി എന്നുള്ള നേട്ടം കൈവരിക്കുന്നത്. പക്ഷേ ഇരിങ്ങാലക്കുട 2007 അത് കൈവരിച്ചു. അതുപോലെ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന 3 ടേമിൽ ഇരിങ്ങാലക്കുടയിൽ അങ്ങ് ഒരു ഹൃദയം കൊണ്ട് നടത്തിയ വികസനം എന്തൊക്കെയായിരുന്നു? ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു വൈദ്യുതീകരണം ഉണ്ടല്ലോ, അത് വലിയ ഒരു വിഷൻ്റെ ഒരു പൂർത്തീകരണമാണ്. ഞാൻ 2001 MLA ആയി വരുമ്പോൾ ആദ്യ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ അടുക്കൽ വരുന്നത് കൂടുതലും പാവപ്പെട്ട ആളുകൾ, സ്ത്രീകളാണ് കൂടുതൽ വരുന്നത്. എല്ലാ വിഭാഗം ആളുകളും വരും, പക്ഷെ കൂടുതൽ അവരുടെയൊക്കെ ഏറ്റവും മുഖ്യമായ ആവശ്യം അവരുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. ആ വൈദ്യുതി കണക്ഷൻ കിട്ടുക എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഞാൻ MLA എന്നതിൽ എൻ്റെ ലെറ്റർപാഡിൽ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ കത്തെഴുതി കൊടുക്കും, കറണ്ട് കണക്ഷൻ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആളുകൾ ഒരുപാട് പേര് വരും, ഞാൻ കത്തെഴുതി കൊടുക്കും. പക്ഷേ ഒരു 1.5 മാസമായിട്ടും ആർക്കും കണക്ഷൻ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഏതാണ്ട് എൻ്റെ ഒരു കത്ത് തന്നെ ഒരുപാട് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കണക്ഷൻ കൊടുക്കാത്തത്? അപ്പോൾ അവരോട് പറഞ്ഞു, MLA ഇവിടെ കറണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള യാതൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ആവശ്യത്തിനുള്ള പോസ്റ്റുകളില്ല, ലൈനുകളില്ല, ട്രാൻസ്ഫോമറുകളില്ല, പണമില്ല. അപ്പോൾ ഞങ്ങളിതെങ്ങനെ ചെയ്യും? അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവരോട് പറഞ്ഞു, ഇത്രയും ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി എൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്? ഒരുപാട് ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടാതെ വരിക. അപ്പോൾ അതിൽ വന്ന പല ആളുകൾ എന്നോട് പറയുന്നത്, സാറേ ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഒരുപാട് വിഷമനുഭവിക്കുന്നു. ചില പറഞ്ഞു, എൻ്റെ അച്ഛൻ ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്നു, ഒരു ഫാനുണ്ടായിരുന്നെങ്കിൽ വലിയ സഹായകരമായിരുന്നു. ചില പറയുന്നത്, എൻ്റെ മക്കൾ മണ്ണെണ്ണ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് ആ പുക കൊണ്ട് അലർജി ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിഷമകരമായ സാഹചര്യമാണ്. ചിലർ പറഞ്ഞ് ഭർത്താവ് തളർവാദ രോഗിയായിട്ട് കിടക്കുന്നു, ഒരു ഫാനുണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ വളരെ നീറുന്ന വിഷമങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തൊരു MLA ആയിട്ട് എനിക്കിവരെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കൊണ്ട് പറയാം. നമുക്ക് ഇരിങ്ങാലക്കുടയിൽ മുഴുവൻ ആളുകൾക്കും വൈദ്യുതി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? ഞാൻ എന്നോട് പറഞ്ഞ പോലെ പറ്റില്ല എന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ടീമായി നിന്നാൽ, നിങ്ങളെല്ലാവരും ഒരു ടീമായി നിൽക്കാമോ? ഇന്ത്യയിലില്ലാത്ത നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നടത്താം. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ പൂർണ്ണ വൈദ്യുതീകരണമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ നടത്താമെന്നു. അപ്പോൾ അവർ എൻ്റെ ഒരു സംഭാഷണം കേട്ടവർ
ഞങ്ങൾ റെഡി സാറെന്ന്. എങ്കിൽ നമുക്കൊരു യോഗം വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചു കൂട്ടി. ലൈൻമാൻമാർ, ചീഫ് എഞ്ചിനീയർ വരെയുള്ള ആളുകളെല്ലാവരും ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. നമ്മുടെ ദൗത്യത്തിന് ഇറങ്ങുക, ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ്റെ നില എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, നമ്മളിനി മുഴുവൻ ആളുകൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയല്ലേ, വൈദ്യുതി കണക്ഷൻ ആവശ്യമുള്ളവരെല്ലാം അപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പറഞ്ഞപ്പോൾ അപേക്ഷ വന്നു. ഇഷ്ടംപോലെ ആളുകൾ അപേക്ഷ കൊടുത്തു. ഇനി ഞാൻ പറയുന്നത് നമുക്ക് ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അന്ന് MLA ഫണ്ട് ഉള്ള ഒരു സമയം. പക്ഷേ MLA ഫണ്ട് ഈ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കാൻ നിയമപരമായി സാധിക്കില്ല, അതിന് അനുവാദമില്ല. അപ്പോൾ പണം വേണമല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ പഞ്ചായത്തിലെ ആളുകളോട് പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് ഫണ്ട് കളക്ഷൻ നടത്തി ഫണ്ടുണ്ടാക്കി ഇതിനു വേണ്ടി ശ്രമിക്കാം. പക്ഷെ അതിലൊരു പഞ്ചായത്ത് മാത്രമേ, ഞാനിപ്പോൾ ഒരു കാട്ടൂർ പഞ്ചായത്ത് മാത്രമേ എനിക്ക് ഫണ്ട് ഉണ്ടാക്കി തന്നുള്ളൂ. പക്ഷെ അതൊന്നും സഫീഷ്യൻ്റ് ആയിരുന്നില്ല. അപ്പോൾ MLA ഫണ്ട് ഈ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്തും അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാണ മുഹമ്മദ് സാറിനോടും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ആവശ്യപ്പെട്ടു. ഒരു സ്ഥലത്ത് സമ്മതിക്കില്ല. ഞാൻ നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിച്ച അവസാനം MLA ഫണ്ട് ഈ വൈദ്യുതി കണക്ഷൻ വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ വാങ്ങിയെടുത്തു. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഫണ്ട് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രം തീരില്ലല്ലോ, ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി. പ്രോപ്പർട്ടി ക്രോസിങ്, അതായത് മറ്റുള്ളൊരു വസ്തുവിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ലൈൻ വലിക്കുമ്പോൾ അവർ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കേസ് കൊടുത്താൽ പിന്നെ കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ തൃശ്ശൂർ കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു 110ഓളം കേസുകളെ സംബന്ധിച്ച് കിടക്കാം. അപ്പോൾ അന്ന് ഞാൻ കളക്ടറോട് പറഞ്ഞു, നമുക്കൊരു അദാലത്ത് വെച്ച് ഇതൊന്ന് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് കളക്ടറും ADM എല്ലാം കൂടി അദാലത്ത് വെച്ചു. ഞാനും പങ്കെടുത്തു. എന്തായാലും അത്തരത്തിലുള്ള കേസുകൾ അവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നെ ഹൈക്കോടതിയിൽ 3 കേസുണ്ടായിരുന്നു. അത് ഞാൻ വാദിയും പ്രതിയുടെയൊക്കെ കൈയും കാലും ഒക്കെ പിടിച്ചു, ഞാനത് തീർത്തു. പിന്നെ ഞാനത് ഈ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിയിണക്കി ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ചെയ്ത് അങ്ങനെ പതുക്കെ എല്ലാവരിലേക്കും കണക്ഷൻ എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആദ്യം ആര്യാടൻ മുഹമ്മദ് സാറായിരുന്നു വൈദ്യുതി മന്ത്രി. ആദ്യത്തെ 2001 തൊട്ട് 2006 വരെയുള്ള കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ തുടങ്ങിയത്. പിന്നെ ഗവൺമെൻറ് മാറി, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. ശ്രീ AK ബാലനാണ് വൈദ്യുതി മന്ത്രിയായത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് വന്ന് നീ കൊണ്ടെത്തി റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഇരിങ്ങാലക്കുട വന്നു. ഞാൻ റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ യോഗം വിളിച്ചു. ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ചു, എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു. കാര്യങ്ങളൊക്കെ വിലയിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് 97% ആയല്ലോ, ഇത് തന്നെ വലിയ അത്ഭുതമാണല്ലോ, അപ്പോൾ ഞാനിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, 100% ആകിയിട്ട് മാത്രം പ്രഖ്യാപിച്ചാൽ മതി. അങ്ങേക്ക് 100% ബോധ്യപ്പെട്ട് ചെയ്താൽ മതി. ഞാൻ 100% വൈദ്യുതി കണക്ഷൻ കിട്ടി എന്ന് അനൗൺസ് ചെയ്തിട്ട് പിന്നെ ഒരാൾ പോലും കിട്ടിയില്ല എന്ന് പറയാനിടയാകരുത്. 100% പൂർത്തിയാകാൻ പ്രഖ്യാപിച്ചത് എനിക്ക് 1 മാസം കൂടി വേണമെന്ന്. അങ്ങനെ 1 മാസം എടുത്ത് ഞാൻ പ്രോസസ് ചെയ്തു. ആദ്യമൊക്കെ എന്നോട് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഇതൊന്നും സാധിക്കില്ല, MLA സാറിൻ്റെ ഈ കാര്യങ്ങളായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ അസാധ്യമാണെന്ന് അവർ പറഞ്ഞ ആളുകൾ. അവസാന സമയത്ത് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർമാർ അവരൊക്കെ തന്നെ ലോറിയിൽ പോസ്റ്റുമായിട്ട് ആവേശത്തോടെ പോകുന്നു. കാരണം ഇന്ത്യയിലെങ്ങും ഇല്ലാത്തൊരു കാര്യമല്ലേ ഈ നടത്താൻ പോകുന്നത് എന്ന് അവർക്ക് വലിയ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. എല്ലാവരും കൂടെ ഞാൻ കൊടുത്ത മോട്ടിവേഷൻ, അവരിൽ ജനിപ്പിച്ച ഒരു എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസം, അവർ വലിയ ശക്തി കിട്ടി. എല്ലാവരും കൊണ്ട് നീങ്ങി അവസാനം 2007 സ്വപ്ന സാക്ഷാത്കരിച്ചു. അന്ന് വൈദ്യുതി മന്ത്രി AK ബാലൻ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മന്ത്രി, ഞാൻ UDF. അദ്ദേഹമാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇരിങ്ങാലക്കുടയിൽ വന്ന് വലിയ ഒരു ഘോഷയാത്രയുടെ സമാപനത്തിൽ വെച്ച് ഇന്ത്യയുടെ ഭൂപടമൊക്കെ വെച്ച് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ച നിയോജകമണ്ഡലം ഇരിങ്ങാലക്കുടയാണെന്ന് പ്രഖ്യാപിച്ചത്. ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു നാട്ടിലെ പ്രഖ്യാപനം മാത്രമല്ല, അത് കേരളം മുഴുവൻ വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞാനത് AK ബാലനോട് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങ് ഈ കാര്യം കേരളത്തിൽ മുഴുവൻ നടപ്പിലാക്കണം. ഇനി അങ്ങേക്ക് അതിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, 6 മാസം എനിക്കൊരു ഈ വകുപ്പ് തരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുൻസിൽ ആദ്യം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ജില്ലയും ചെയ്തു, സംസ്ഥാനം മുഴുവൻ ചെയ്തു. നിയമസഭയിലേക്ക് ഇതിനെക്കുറിച്ച് ചോദ്യം വരും. അദ്ദേഹം പറഞ്ഞു,
ഒരു മന്ത്രി എന്നതിനേക്കാൾ കൂടുതലായി ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ പറയുമെന്നൊരു നിയമസഭയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പോയ എല്ലാ സമ്മേളനങ്ങളിലും ഇരിങ്ങാലക്കുടയാണ് ഈ കാര്യത്തിൽ മാതൃക എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വലിയ സന്തോഷം കിട്ടിയ കാര്യമാണ്. അതിൽ അസാധ്യമായിട്ടുള്ളൊന്നുമില്ല എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. കേരളത്തിൽ ഒരു കമ്പ്യൂട്ടർ കാര്യമായിട്ടില്ലാത്തൊരു സമയം, കാര്യമായിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. വലിയ കമ്പനികളിലൊക്കെ കാണും, മറ്റു വലിയ സ്ഥാപനങ്ങളിലൊക്കെ കാണും. പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം ഇല്ലാത്ത സമയത്ത് ഞാനിതുപോലെ സ്വപ്നം കണ്ടു. എൻ്റെ കുട്ടികളെ, അതായത് എൻ്റെ നിയമമണ്ഡലത്തിലെ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കും എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അപ്പോൾ അതിനുവേണ്ടി അന്ന് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഗവൺമെൻറ് സമ്മതിക്കില്ല, ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല. എന്തായി പറയണേ, കുട്ടികൾ കമ്പ്യൂട്ടർ പഠിക്കുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കുന്നത്? അവരിതുവരെ കാണാത്തൊരു സംഭവം, നമ്മുടെ ആളുകൾക്ക് ആർക്കും പരിചയമില്ലാത്തൊരു കാര്യം, തലമുതിർന്ന ആളുകൾക്ക് പോലും ചെറുപ്പക്കാർക്ക് പോലും അത്ര പരിചയമില്ലാത്ത കമ്പ്യൂട്ടർ എങ്ങനെ? അപ്പോൾ ഇന്നത്തെ രീതിയിൽ നിന്നുകൊണ്ട് നമുക്കത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല. അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഇല്ലാത്തൊരവസ്ഥ കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ MLA ഫണ്ട് അന്ന് ഒരിക്കലും ഇതുപോലെ സമ്മതിക്കില്ല MLA ഫണ്ട് ഉപയോഗിക്കാൻ. അതായത് മൂവബിളായിട്ടുള്ള ഐറ്റംസിനൊന്നും MLA ഫണ്ട് ഉപയോഗിക്കാതെ അത് ഞാൻ വലിയ പോരാട്ടം നടത്തി. അവസാനം കമ്പ്യൂട്ടർ സ്കൂളിലെത്തിച്ചു. കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് ലെക്ചേഴ്സിനെയും അധ്യാപകരെയൊക്കെ വെപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു. ഏതായാലും ഒരു 8 മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ അവസാനം എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ച ഒരു നിയമമണ്ഡലം ഇരിങ്ങാലക്കുട മാറി. അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ET മുഹമ്മദ് ബഷീർ, ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇരിങ്ങാലക്കുടയിലേക്ക് ക്ഷണിച്ചു വരണം. അദ്ദേഹം വന്നു. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ആയിരക്കണക്കായ കുട്ടികൾ പങ്കെടുത്തു. അപ്പോൾ ഒരു 8-10 കമ്പ്യൂട്ടർ ഞാൻ സ്റ്റേയിൽ വെച്ചു. അപ്പോൾ ആയിരക്കണക്കായ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, അങ്ങ് ഈ കുട്ടികൾ ആരെയെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ, ഇവർ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ട്, ആരെ വേണേലും വിളിച്ചോളൂ, കമ്പ്യൂട്ടർ പഠിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പ്രഖ്യാപിക്കണം. ഇത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ, കുട്ടികൾ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ നിയമമണ്ഡലമാണെന്ന് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം പ്രഖ്യാപിച്ചാൽ മതി, ബോധ്യപ്പെട്ടാൽ പ്രഖ്യാപിച്ചാൽ മതി. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല, പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴി പലരെയും വിളിച്ചു. അവരെല്ലാം ഭംഗിയായി കമ്പ്യൂട്ടർ പഠിച്ചു. അപ്പോൾ ഇത് വലിയ കാര്യമാണല്ലോ, കുഞ്ഞുങ്ങൾ വരെ കമ്പ്യൂട്ടർ പഠിച്ച ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഒന്നുമില്ല. അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഇരിങ്ങാലക്കുട കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നിയമമണ്ഡലമാണ് എന്ന്. അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ഞാൻ നടത്തിയ തനിമ സാംസ്കാരികോത്സവം വലിയൊരു സംഭവമായിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒട്ടനവധിയായ വികസന കാര്യങ്ങൾ, വിവിധങ്ങളാകുന്ന മറ്റ് റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുട മണ്ണിൽ നടത്താനായിട്ട് പറ്റി. പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു, ഞാൻ പറഞ്ഞ സ്കൂൾസ് കെട്ടിടങ്ങൾ നവീകരിച്ചു. ഈ സ്കൂളുകളിലേക്ക് തന്നെ കമ്പ്യൂട്ടർ മുറ ഇൻറ്ററാക്റ്റീവ് ബോർഡുകൾ കൊടുത്തു, വൈറ്റ് ബോർഡ് സിസ്റ്റം കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണോ ഒരു നാട്ടിൽ വേണ്ടത് അതിനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. സാർ, ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇരിങ്ങാലക്കുടയെ അടുത്തറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വികസനത്തിൻ്റെ പാതയിൽ പോയി എങ്കിലും എങ്ങനെയാണ് പരാജയം, അതിനെങ്ങനെ കാണുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ 2001 ഞാൻ 416 വോട്ട് ജയിക്കുന്നു. 2006 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ് കേരളത്തിൽ. ബഹുമാനായിരുന്ന നമ്മുടെ VS സച്ചിദാനന്ദനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. 90 സീറ്റിലധികം ജയിച്ചിരുന്നു. പക്ഷേ അന്ന് ആദ്യം ജയിക്കേണ്ട, ഇടതുപക്ഷം ആദ്യം ജയിക്കേണ്ട നിയമമണ്ഡലമാണ് ഇരിങ്ങാലക്കുട, പഴയ രീതി വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അവിടെ എനിക്ക് 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കാൻ കഴിഞ്ഞു. 8000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം ജയിക്കാൻ പറ്റി. 416 നിന്ന് എൻ്റെ ഭൂരിപക്ഷം 8000 വർദ്ധിച്ച് തിരഞ്ഞെടുപ്പാണ് 2006. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2011. 2011 എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതാണ്ട് 12,000 പരം ഭൂരിപക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇരിങ്ങാലക്കുട നിയമമണ്ഡലത്തിൽ ആർക്കും ലഭിക്കാത്തൊരു ഭൂരിപക്ഷമാണ് എനിക്കിത്. ഇരിങ്ങാലക്കുടയിൽ ആദ്യം ജയിച്ച മുഖ്യമന്ത്രിക്ക് നമ്മുടെ C അച്യുതമേനോൻ, അദ്ദേഹം ആണ് ആദ്യം മത്സരിച്ച്. അദ്ദേഹത്തിൻ്റെ ഇത് പറയല്ല, ഒരു സ്ഥാനാർത്ഥിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷ കേന്ദ്രത്തിൽ കിട്ടാത്ത വലിയ ഭൂരിപക്ഷമാണ് എനിക്ക് ഇരിങ്ങാലക്കുടയിൽ ലഭിച്ചത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ പിന്നീട് ചെറിയ വോട്ടുകൾക്കും പരാജയപ്പെട്ടു കേട്ടോ, അതും എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചില സാഹചര്യങ്ങളാണ് പരാജയപ്പെട്ടത്. കാരണം ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്.
പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ ഞാൻ പ്രദാനം ചെയ്യുന്ന ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ടായത്. പക്ഷെ ആ പരാജയം എന്നുള്ളതും ഞാൻ അവസാന വാക്കായി കാണുന്നില്ല. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചൂടുവയ്പ്പ് തന്നെയാണ്. ഒരിക്കലും ഒരു പരാജയം അത് വിജയത്തിലേക്ക് പോകുന്നതിന് തടസ്സമാകില്ല. അതാണല്ലോ ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയം അവസാന വാക്കല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇനി നമുക്കത് കാണാനായിട്ട് കഴിയും. സാർ, അപ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇരിങ്ങാലക്കുടയുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം എന്താണ്? 2, ഇരിങ്ങാലക്കുടയ്ക്കുള്ള ഒരു വിഷൻ എന്താണ്? ഇനി എനിക്ക് അധികാരം കിട്ടിയാൽ ഇതാണ് എൻ്റെ ഒരു വിഷൻ, അതെന്താണ്? ഇരിങ്ങാലക്കുട എന്ന ഒരു പ്രദേശത്തിന് വളരെ സവിശേഷതയുണ്ട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറയും. ഇരിങ്ങാലക്കുടയ്ക്കുള്ള പേര് വരദാനങ്ങളുടെ നാട് എന്നാണ്. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അനുഷ്ഠാന കലകളുടെയും ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ളൊരു നല്ല നാടാണ് ഇരിങ്ങാലക്കുട. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ് ഈ ഇരിങ്ങാലക്കുട സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു സാംസ്കാരിക കേന്ദ്രം, പ്രധാന കേന്ദ്രം ഒന്ന് ഇരിങ്ങാലക്കുടയാണ്. കലാപരിപാടികൾ, അനുഷ്ഠാന കലകൾ, പാരമ്പര്യ കലകൾ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ നാടാണ്. ഉണ്ണായി വാര്യർക്ക് ജന്മം നേടിയ നാടാണ് ഇരിങ്ങാലക്കുട. അതുപോലെ തന്നെ സംഗമ ഗ്രാമം അതുപോലെ ഏറ്റവും മഹാനായ വ്യക്തിക്ക് ജന്മം നൽകിയ നാട് ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷ ആളുകൾ, ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ പ്രഗത്ഭരായ ആളുകളാണ് ഇരിങ്ങാലക്കുടക്കാരായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാടിന് ഉള്ള ഏറ്റവും വലിയ മറ്റു സവിശേഷത, ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് കാണുന്നത് അവിടുത്തെ ഒരു വലിയ ക്ഷേത്രമാണ് ഭരത ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ മാത്രമല്ല, ക്രിസ്തീയ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ആ ഉത്സവത്തോട് പങ്കുചേരുകയാണ്. അതുപോലെ ക്രൈസ്തവ വിശ്വാസികളുടെ വലിയൊരു ദേവാലയമാണ് കത്തീഡ്രൽ ദേവാലയം. അവിടെ നടക്കുന്ന പിണ്ടിപ്പെരുന്നാൾ വളരെ ഫേമസാണ്. അവിടെ എല്ലാ ഹൈന്ദവ സഹോദരന്മാർപ്പെട്ട ആളുകൾ, മുസ്ലിം സഹോദരപ്പെട്ട ആളുകൾ ക്രൈസ്തവ സഹോദരന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് ആ പിണ്ടിപ്പെരുന്നാൾ മഹോത്സവം പങ്കെടുക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദും ടൗൺ ജുമാ മസ്ജിദൊക്കെ ഉണ്ട്. അവിടെയൊക്കെയുള്ള നോമ്പ് തുറയിലൊക്കെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങളൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല നാടാണ് ഇരിങ്ങാലക്കുട. പിന്നെ ഒരു സമാധാനപ്രിയ ആളുകളാണ്. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഒരുപാട് പിന്നെ രാഷ്ട്രീയ വാഗ്വാദങ്ങളുണ്ടാകുന്ന മണ്ണാണ്. പക്ഷേ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ സംഘടനത്തിൻ്റെ പേരിൽ ഒരിറ്റ് രക്തം വീഴാത്ത മണ്ണാണ് ഇരിങ്ങാലക്കുട. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നാടായതുകൊണ്ടാണ്. അതുപോലെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല പാരമ്പര്യ കലകൾ, അനുഷ്ഠാന കലകൾ ഒക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊരു സ്ഥലമാണ്. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ്, ക്രൈസ്റ്റ് കോളേജ്, സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നല്ല വിദ്യാലയങ്ങൾ. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിൽ നോക്കുമ്പോഴും ഇരിങ്ങാലക്കുടയ്ക്ക് ഒരു മഹത്തായ സംസ്കാരവും മഹത്തായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു തനിമ സാംസ്കാരിക ഉത്സവത്തിനോടനുബന്ധിച്ച് ജനങ്ങളോട് ചോദിച്ചു, ഈ നല്ല നാടിന് ഒരു പേര് വേണമല്ലോ എന്ന് ഞാനിട്ടു. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ പേരാണ് വരദാനങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വരദാനങ്ങളുടെ നാട് എന്ന് പുകൾപെറ്റ നാടാണ് ഇരിങ്ങാലക്കുട. അപ്പോൾ ആ ഇരിങ്ങാലക്കുടയിൽ ഞാൻ MLA ആയി വന്ന സന്ദർഭം മുതൽ ഞാൻ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി, കോട്ട് സമുച്ചയം കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യുക, സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരിക, പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക, പുതിയ സർക്കാർ ഓഫീസുകൾ അവിടെ കൊണ്ടുവരിക, എല്ലാ പാലങ്ങളും, ബലഹീനമായ എല്ലാ പാലങ്ങളും പുതുക്കി പണിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി കെട്ടിടങ്ങൾ പുതുക്കി പണിയുക, സിവിൽ സർവീസ് അക്കാദമിക്ക് തുല്യമാകുന്ന IAS IPS പഠിക്കാൻ പറ്റുന്ന സർക്കാർ തലത്തിലുള്ള കേന്ദ്രം അവിടെ അനുവദിച്ചു കൊണ്ടുവരിക. ഇനി മുന്നോട്ടുള്ള ഒരു വിഷൻ, ഒരു സ്വപ്നം, അതെന്താണ്? അപ്പോൾ ഇത് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക്
പറയാനുള്ളത്, നമുക്ക് ആ നാടിനെ ഇനിയും പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുന്ന കുറേ പദ്ധതികൾ അത് കൊണ്ടുവരാനായിട്ട് കഴിയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്കൊരു നിരവധി മേഖലയിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ വികസനം എന്ന് പറയുമ്പോൾ വികസനം നടത്തുന്ന സമയത്ത് അത് കറക്റ്റ് ഓക്കെ, പക്ഷേ അത് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് വീണ്ടും അത് വലിയ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരണം. മോഡേണൈസേഷൻ കൊണ്ടുവരണം. അന്നത്തെ ഒരാവശ്യമല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഓരോ ഓഫീസുകളും ഈ പഴയ പോലെ പോരല്ലോ. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓഫീസിൽ വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി അത് മോഡേണൈസേഷൻ നവീകരിക്കപ്പെടണം. ഇപ്പോൾ ആശുപത്രി ആണെങ്കിലും, ഇപ്പോൾ ജനറൽ ആശുപത്രി ഞാൻ കൊണ്ടുവന്നു. ഇരിങ്ങാലക്കുട ജന ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയാണ് ഉണ്ടായിരുന്നത്. ഞാനത് പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജാക്കി ഉയർത്തണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ 25 ഏക്കറെങ്കിലും കുറഞ്ഞ് വേണമെന്നുള്ളതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. അത്ര ഏക്കറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ തൊട്ട് താഴെ സ്റ്റാറ്റസുള്ള ജനറൽ ആശുപത്രിയാക്കി മാറ്റി. 100-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. പുതിയ കെട്ടിടങ്ങൾ പണിയാനുള്ള സാഹചര്യം ഞാൻ ചെയ്തു. ഞാൻ 5 നില കെട്ടിടം പണിയാനുള്ള പ്ലാൻ ചെയ്തു. 2 നില കെട്ടിടം ഞാൻ ഉള്ള സമയത്ത് പൂർത്തിയാക്കി. പിന്നെ 2016 ഞാൻ വിജയിക്കാത്തതുകൊണ്ട് പൂർത്തീകരിച്ചു. ഇപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ 10 കോടി രൂപ കേന്ദ്ര സർക്കാർ വാങ്ങിയെടുത്ത് ആ നിലയിൽ ചെയ്തു. പക്ഷേ ഇനിയിപ്പോൾ അതുപോലല്ലോ, ഇനി കൂടുതൽ മോഡേൺ ആക്കണമല്ലോ, അത് ആധുനികവൽക്കരിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. അതുപോലെ ആളുകൾക്ക് ഓഫീസുകൾ വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം. സാങ്കേതികവിദ്യ നന്നായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കുട്ടികളെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് അന്ന് കമ്പ്യൂട്ടർ ഏറ്റവും വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു സാധാരണയായി. ഇനി AI-യിലേക്ക് നമുക്ക് പോകണം. കുട്ടികൾക്ക് ആ നിലയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് അതുപോലെ ഈ സംഗമം ഗ്രാമമാധവ പോലുള്ള ആ മഹാൻ്റെയൊക്കെ നാമധേയ പുരസ്കാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ചെയ്യണം. പിന്നെ അവിടുത്തെ ഇപ്പോൾ ഒരു ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ വരുന്ന റോഡ് ആക്സിഡൻറ്റ്. അത് വല്ലാത്തൊരു വേദനയാണ്. അന്ന് അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, നിരന്തരമായി റോഡ് അപകടങ്ങളാണ്. ഇരിങ്ങാലക്കുടയിലെ പ്രധാനപ്പെട്ട റോഡാണ്, ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് ഉള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന ശരി കുറേ നാളുകളായിട്ട് പല ജീവനും അവിടെ പൊലിയുക. ബസ്സുകളുടെ മത്സര ഓട്ടം കണ്ട് ജനങ്ങൾ മടുത്തു. അപ്പോൾ ഇനി ഇത് അനുവദിക്കാൻ പാടില്ല. ഇനി ഒരു ജീവനും വഴിയിൽ പൊലിയാൻ പാടില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് ടൈം ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് സ്പീഡുകൾ നിയന്ത്രിച്ച് ആ നിലയിൽ ശക്തമായ നിർദ്ദേശം ഡ്രൈവർക്കും കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് ആ നിലയിൽ ഒരു നടപടി ഉണ്ടാകണം. ഞാൻ ഉദ്ദേശിക്കുന്നതിന് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഞാനങ്ങനെ MLA ആകുന്നൊരു സാഹചര്യം ഒരൊറ്റ ജീവൻ പോലും അവിടെ പൊലിയാൻ അനുവദിക്കില്ല. കർശന നിലപാട് സ്വീകരിക്കും. അതല്ലേ നമുക്ക് ആവശ്യം വേണ്ടത്. ജീവനിൽ ഏറ്റവും വലുത്. ആ നിലയിലുള്ള ഒരു രീതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ കുട്ടികൾ കമ്പ്യൂട്ടർ പഠിച്ചു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, സാങ്കേതിക വിദ്യയിലൊക്കെ അവർ മികവുറ്റതായി. നമുക്കതുപോലല്ല, ഒരു മുതിർന്ന ആളുകളെ കൂടി പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ ആവശ്യമാണ് അല്ലേ? കെട്ടിട നികുതി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, വെള്ളക്കര അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, വൈദ്യുതി ചാർജ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും ഓൺലൈനിലൂടെയൊക്കെയുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾക്ക് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒരുപാടുണ്ടല്ലോ, അവരെയും കൂടി ആക്കുകയല്ലേ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ ആവശ്യം. അവരെ കൂടി ആ നിലയിലേക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ട് ആകണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ വേണം. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ വീടുകളിലും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഏറ്റവും വലിയ ആവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ നല്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ നാടൊക്കെ നേരിടുന്ന ഒരു വിഷയമാണ് മൈഗ്രേഷൻ. കുട്ടികളൊക്കെ അങ്ങ് പോവുക. അവിടെ പഠിക്കാൻ പറ്റുന്ന പഠിച്ചോട്ട് പഠിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടാകുന്ന സാഹചര്യമാണ്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല. കുറച്ച് കുട്ടികൾ പുറത്ത് പോകുന്നുണ്ട്, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ. പക്ഷേ വളരെ മികവിൻ്റെ കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. അവർക്ക് നല്ല വിഷനുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ അത്
ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പാക്കണം. അതെ, പിന്നെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം. അത് അവർക്ക് എംപ്ലോയികളാകണം, ജോലി സാധ്യതകൾ ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ജോലി സാധ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇരിങ്ങാലക്കുട ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് കിൻഫ്ര പാർക്ക്. പക്ഷേ അത് എല്ലാം കഴിഞ്ഞു, അതിൻ്റെ ASും TSും എല്ലാം കഴിഞ്ഞിട്ടും 100 ഏക്കറോളം സ്ഥലം അക്വയർ ചെയ്യാനുള്ള സാഹചര്യം വരെ ഒരുക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞ 10 വർഷമായിട്ടത് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തീർച്ചയായിട്ടും നവീനങ്ങളാകുന്ന സംരംഭങ്ങൾ വരുന്നതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കണം. അവിടെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളുകളുണ്ടാകും, കാര്യങ്ങൾ ആ നിലയിൽ ആ മേഖല ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ എൻ്റെ ഒരു വലിയ സ്വപ്നപത്തിയാണ് പിന്നെ അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. പക്ഷേ അതിന് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നു, അതിനാവശ്യമാകുന്ന ഒരു ഗവേണിംഗ് ബോഡി സർക്കാരുണ്ടാക്കി, അന്നത്തെ UDF സർക്കാരുണ്ടാക്കി. ആ സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായിട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഗവേണിംഗ് ബോഡിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നടത്താൻ അതിൻ്റെ അകത്ത് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതി രൂപീകരിച്ചു, പല യോഗങ്ങൾ ചേർന്നു, അതിൻ്റെ എല്ലാ പ്രൊജക്റ്റും തയ്യാറാക്കി. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി അത് നടപ്പിലായിട്ടില്ല. അപ്പോൾ ഇൻ്ററാക്റ്റീവ് ആ ഒരു വലിയ പ്രോജക്റ്റ് അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം എന്നുള്ള സംവിധാനം ഇനി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്ന സാഹചര്യം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വലിയ നിലയിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, വിദേശ രാജ്യങ്ങളുടെ സ്ഥാപനങ്ങൾ അവിടെ വരാനുള്ള സാധനം ഉണ്ടാകും. അവിടെ സാഹിത്യം, കല എല്ലാം വരാനും. അപ്പോൾ ഇരിങ്ങാലക്കുടക്കാർക്ക്, കേരളീയർക്ക്, ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, അതുപോലെ എന്താണ് വിദേശ രാജ്യങ്ങളിലെ സംസ്കാരം, സാഹിത്യം, അതൊക്കെ മനസ്സിലാക്കാൻ, നമ്മുടെ കലകൾ അവതരിപ്പിക്കാൻ, അവരുടെ കലകൾ അവതരിപ്പിക്കാൻ വലിയ നിലയിലുള്ള ഒരു സമുച്ചയം വരുമ്പോൾ അത് ഒരു 100 ഏക്കർ എടുക്കുമ്പോൾ ആ നിലയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ മറ്റു തരത്തിലുള്ള നമ്മുടെ സാംസ്കാരിക ഉത്സവങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ സാംസ്കാരിക ഉത്സവങ്ങൾ, ഇന്ത്യയിലെ സാംസ്കാരിക ഉത്സവങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ ഒക്കെ നടത്താനായിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും, അതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഒക്കെ ആളുകൾ വരാനും വലിയ നിലയിൽ തന്നെയുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടത്താനും അതുവഴി ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു വലിയ സ്ഥാപനം വന്നു കഴിയുമ്പോൾ അവിടെ മാത്രമല്ല മാറ്റമുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ ചലനം ഉണ്ടാകുകയല്ലേ, ആളുകളുടെ ജീവിത നിലവാരം ഉയരുകയല്ലേ, തൊഴിൽ പലർക്ക് ലഭിക്കുകയല്ലേ, വലിയ നിലയിൽ തന്നെ ഉയരാൻ കഴിയുന്ന ഒരു സാഹചര്യം എല്ലാ മേഖലയിലും ഉണ്ടാകും. കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഹബ്ബായി ഇരിങ്ങാലക്കുട മാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു സാംസ്കാരിക ഹബ്ബ് മാത്രമായിട്ടല്ല, ഇന്ത്യയിലെ ഒരു സാംസ്കാരിക ഹബ്ബായി ഇരിങ്ങാലക്കുട മാറ്റാനായിട്ട് കഴിയും. അതാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇമ്പോസിബിളല്ല. അപ്പോൾ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ആ ഭരതാനങ്ങളുടെ നാടിനെ കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ പോരായ്മ അത് പരിഹരിക്കാൻ. അപ്പം ഞാൻ ഈ 15 വർഷം MLA ആയി സമയത്ത് കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയൊരു കാര്യം, വാട്ട് ഇരിങ്ങാലക്കുട തിങ്സ് ടുഡേ, കേരള തിങ്സ് ടുമാറോ. പക്ഷേ 10 വർഷമായിട്ടത് കഴിയുന്നില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ അത് മാറ്റാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും. നമുക്ക് മനുഷ്യവിഭവശേഷിയെ, നമ്മുടെ മറ്റു തരത്തിലുള്ള കഴിവുകളെ, പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള സംഭാവനകളെ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നേറാനായിട്ട് കഴിയും. അങ്ങനെ കഴിയുന്ന ഒരു നാടാണ് ഇരിങ്ങാലക്കുട. അതിനാവശ്യ സാഹചര്യങ്ങളുള്ള നാടാണ് ഇരിങ്ങാലക്കുട. സർ, ഇനി നമുക്ക് അല്പം രാഷ്ട്രീയം പറയാം. ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. അടുത്ത ഇലക്ഷനിൽ അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ UDF വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. 10 വർഷത്തെ ഭരണം ആളുകൾ മടുത്തില്ലേ, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ശബരിമലയിൽ നടന്ന കാര്യങ്ങൾ, മറ്റ് അഴിമതികൾ, കേരളം അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്നു. നമ്മളൊക്കെ തന്നെ വലിയ കടക്കാരായി മാറിയിരിക്കുകയല്ലേ. ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പ്, അഴിമതിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ജനക്ഷേമ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? വളരെ മോശമായ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നൊരു ഭരണം. ഇപ്പോൾ എന്താ, ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരോ പ്രവർത്തകരോ അനുഭാവികൾ മാത്രമല്ല പറയുന്നത്. സച്ചിദാനന്ദ സാറൊക്കെ പറഞ്ഞു കേട്ടില്ലേ, സാറ ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, ഇനി ഭരണം വേണ്ടെന്ന് അവർ പറയണേ.
പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷമുള്ള അധികാരത്തിലേക്ക് വരാൻ പോകുക, 100-ലധികം സീറ്റ് ജയിക്കും. ഇപ്പോൾ വി ഡി സതീശൻ്റെ പുതുയുഗ യാത്രയൊക്കെ എത്രയോ വലിയ ജനക്കൂട്ടമാണ്. ആളുകൾ ഈ യാത്ര വരാൻ കാത്തിരിക്കുകയല്ലേ. ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തരത്തിൽ ഒരു പുതുയുഗം ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയാണ്. ആ യാത്രയിലെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറ്റപ്പെടുത്തൽ മാത്രമല്ല, അതും അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇനി വരാൻ പോവുക. അപ്പോൾ കേരളത്തിൽ തന്നെ വലിയൊരു മാറ്റം, ഒരു പുതുയുഗ കേരളം. അതെല്ലാ രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, ചെറുപ്പക്കാരുടെ കാര്യത്തിൽ, വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിൽ, സമസ്ത മേഖലയുടെ കാര്യത്തിലും വരേണ്ടതും വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും പുതിയ യാത്ര അഡ്രസ്സ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ നടപ്പിലാക്കും. ഒരു മാറ്റം. കേരളം ഇനി മുന്നോട്ട്, ഇനി പുറകോട്ട് പോകലല്ല, മുന്നോട്ട്. കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളത്തിനുണ്ടായിട്ടുള്ള നഷ്ടം പരിഹരിക്കൽ മാത്രമല്ല, അതിശക്തമായ കുതിപ്പ് എല്ലാ മേഖലയിലും, ശാസ്ത്രരംഗത്ത്, അതുപോലെ തന്നെ കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാഹിത്യരംഗത്ത്, തൊഴിൽ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇനി പഴയതുപോലെ പോയിട്ട് കാര്യമില്ലെന്നേ. ഈ പ്രകൃതി കനിഞ്ഞ് നൽകിയ എത്രയോ സൗഭാഗ്യങ്ങളുള്ള മണ്ണാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. അതിനൊക്കെ ഇനി എങ്ങനെ നഷ്ടപ്പെടുത്താവോ? നമ്മുടെ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ഇത്രയോ പോലും പ്രകൃതി കനിഞ്ഞ് പലതും നൽകാത്ത നാടുകൾ പോലും പുരോഗതിയിലേക്ക് കൊണ്ടുപോയില്ലേ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ നാട് എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള നാട്, സംസ്കാര സമ്പന്നമായ നാട്, മനോഹരമായ കടൽ തീരങ്ങളും കായൽ തീരങ്ങളും നല്ല വനപ്രദേശങ്ങളും ധാതുസമ്പത്തും അധ്വാനശീല മനുഷ്യരും നല്ല ക്വാളിഫൈഡ് ആളുകളും, എന്താ കേരളത്തിന് കുറവുള്ളത്? വേണ്ടത് പ്ലാൻ ചെയ്താൽ മതി. അത് പ്ലാൻ ചെയ്യും. ഐക്യ ജനാധിപത്യം മുന്നിൽ പ്ലാൻ ചെയ്യും. ഒരു പുതിയ മാറ്റം ഇവിടെ ഉണ്ടാകും, ഒരു പുതുയുഗം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. വൻ ഭൂരിപക്ഷം ജയിക്കും. സർ, തോമസ് ഉണ്ണിയേട്ടൻ എന്ന വ്യക്തിയെ അടുത്തറിയാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, കെ എം മാണി സാറുമായിട്ടുള്ള ബന്ധം, അതൊന്ന് പറയാമോ? പറഞ്ഞല്ലോ, ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസ്സിലൂടെയാണ് കേട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത്. അന്ന് എൻ്റെ ലീഡർ മാണി സാർ തന്നെയാണ്. മാണി സാറിനൊപ്പമാണ്, മാണി സാർ മരിക്കുന്നവരെ ഞാൻ നിന്നിട്ടുള്ളൂ കേട്ടോ. മാണി സാറിൻ്റെ മരണശേഷം പി ജെ സാറ് പാർട്ടിയുടെ സീനിയർ നേതാവായി. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് പി ജെ സാറിൻ്റെ ഒപ്പമുള്ള പാർട്ടി ചെയർമാൻ പി ജെ സാറായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാണി സാറുമായിട്ടുള്ള ബന്ധം, മാണി സാറിൻ്റെ ഫാമിലിയായിട്ടുള്ള ബന്ധം, മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മതിപ്പാണ് എൻ്റെ മനസ്സിലുള്ളത്. ശരിക്കും പറയാൻ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ മാണി സാറാണ്, ഒരു സംശയമില്ല. പക്ഷേ പി ജെ സാറ് അതുപോലെ തന്നെ വളരെ നല്ല വ്യക്തിത്വമാണ്, നല്ല വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്കൊന്ന് പോകണം. പിന്നെ അദ്ദേഹം പശുക്കളെ വളർത്തുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ കൃഷി ചെയ്യുന്നത്, ശരിക്കും ഒരു നല്ല കൃഷിക്കാരൻ കൂടിയാണ്. മാന്യതയുള്ള നല്ല സൗമ്യനായിട്ടുള്ള വ്യക്തിത്വമാണ് പി ജെ സാറിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സാറിനും ഒരു വലിയ അംഗീകാരമുള്ളത്. അപ്പോൾ മാണി സാറിനെ സംബന്ധിച്ചും മാണി സാറിൻ്റെ പ്രത്യേക ഒരു വൈശിഷ്ട്യം, പി ജെ സാറിൻ്റെ വലിയൊരു പ്രത്യേകത, മാതൃകാപരമായ ജീവിതം, അതും വളരെ വലിയ നിലയിൽ തന്നെ അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ 2001 MLA ആയി വരുമ്പം എ കെ ആന്റണി സാറാണ് മുഖ്യമന്ത്രി. എത്രയോ പക്വതയുള്ള, സൗമ്യമായിട്ടുള്ള, ആരോടും ദേഷ്യപ്പെടാത്ത, ഒരു അഴിമതിയുടെ കരവരുള്ളാത്ത ഒരാൾക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. ഒരു സൗമ്യതയുടെയും ആദർശത്തിൻ്റെയും ആൾരൂപം. നമ്മുടെ ഒരു ശക്തിയല്ലേ, ഒരു ഐശ്വര്യമാണ്. അദ്ദേഹത്തെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം ഇപ്പോഴും. ആ സൗഭാഗ്യം ദീർഘനാൾ തുടരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ MLA ആയപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ എന്നെ അദ്ദേഹം ഇരിങ്ങാലക്കുടയുടെ വികസനത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതി സ്ഥലത്തേക്ക് ജനങ്ങളിപ്പോഴും ഒഴുകുകയല്ലേ. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ നിവേദനങ്ങൾ വയ്ക്കുക, എന്നിട്ട് ആ നിവേദനങ്ങൾ സാധിച്ചു തന്നെയെന്ന് അദ്ദേഹത്തോട് ആത്മാവിന് പ്രാർത്ഥിക്കുക. ജനങ്ങൾ ഒഴുകുകയാണ്. എന്തോരം മനുഷ്യൻ, എത്ര ജനകീയനായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ജനസമ്പർക്ക പരിപാടിയിലൊക്കെ പങ്കെടുത്തു. എന്തോരം ആൾക്കൂട്ടം.
രാവിലെ തുടങ്ങിയാൽ വെളുപ്പിന് 3 മണി വരെ 4 മണി വരെ അതങ്ങ് തുടരുക കാലിൽ നിന്നുകൊണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ MLA സമയത്ത്, അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ചെല്ലുന്ന അപേക്ഷയിലൊക്കെ തന്നെ റീസൺ കറക്റ്റാണെങ്കിൽ സാമ്പത്തിക സഹായം തരും. പക്ഷെ ഞാനതങ്ങനെ എനിക്കതൊരു വലിയ എന്താ പറയുക ആവേശം പോലെയായിരുന്നു. ഈ രോഗികളുടെ അപേക്ഷ എൻ്റെ സ്റ്റാഫ് അതുപോലെ മേടിച്ച് അവരെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേന് സഹായം തരും. അങ്ങനെയുള്ള പിന്നെ ഏതൊരു കാര്യത്തിനും ഞാൻ ഒരിക്കൽ ഓർക്കുകയാണ്, നമ്മുടെ ഇരിങ്ങാലക്കുടയിലും മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം ഏറ്റ മണ്ണാണ്. 1934 മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുടയിൽ വന്നത്. ഒരു പാവപ്പെട്ട ആളുകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫണ്ട് കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് വന്നത്. പക്ഷെ അതിനുശേഷം മഹാത്മാഗാന്ധി വിശ്രമിച്ചത് ഇരിങ്ങാലക്കുടയിലെ അന്നത്തെ തിരുവിതാംകൂർ സത്രം, ഇപ്പോൾ അത് PWD റെസ്റ്റ് ഹൗസാണ്. അവിടെ താമസിച്ചാണ് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം പോയത്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഇരിങ്ങാലക്കുട PWD കോമ്പൗണ്ടിൽ ഞാൻ ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. ഇരുന്നു കൊണ്ട് ചർക്കയിൽ നിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ്. അന്ന് സാറിനെതിരെ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾക്ക് ഉന്നയിച്ചത്, സാറിന് പുറത്തിറങ്ങാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, ഉണ്ണിയാടൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നതല്ലേ, തടയുന്നവരൊക്കെ തടയട്ടെ, ഞാൻ അവിടെ പോയി ആ മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുമെന്ന് സൗമ്യ പ്രഖ്യാപിച്ച് അദ്ദേഹം അവിടെ വന്ന് ഇരിങ്ങാലക്കുടയിൽ വന്ന് ആ പ്രതിമ അനാച്ഛാദനം ചെയ്തു. എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ലാത്തിച്ചാർജൊക്കെ ഉണ്ടായി, പക്ഷേ അദ്ദേഹം ആ കാര്യം ചെയ്തു തന്നൊക്കെ മറക്കാൻ കഴിയും. ഞാൻ ചീഫ് വിപ്പായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ചീഫ് ക്യാബിനറ്റ് റാങ്കോടുകൂടി ചീഫ് വിപ്പായിരുന്ന ആ സമയത്താണ്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു സംഭവം ഉണ്ടായി, മാണി സാറ് രാജിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ കൂട്ടത്തിൽ ഞാനും രാജിവെച്ചൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എൻ്റെ രാജി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയെടുത്ത് ആ നിലയിൽ തന്നെ രാജി സ്വീകരിക്കായിരുന്നു. ഞാൻ ചീഫ് വിപ്പായി തുടരുന്ന സാഹചര്യങ്ങൾക്കുണ്ടായി. പിന്നെ എത്രയോ നിവേദനങ്ങളിൽ, എത്രയോ ആവശ്യങ്ങളിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. മാതൃകയാക്കാവുന്ന ഒരു ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ മറ്റൊരാളില്ല. സാർ, അതുപോലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന 2 പേര്, ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് VD സതീശൻ, ഇവർ 2 പേരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? 2 പേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. രമേശ് ചെന്നിത്തല നല്ല സുഹൃത്താണ്, VD സതീശൻ നല്ല സുഹൃത്താണ്. എനിക്ക് ഒരുമിച്ച് MLA മാരായിരുന്നിട്ടുണ്ട്. ഞാൻ 15 വർഷം MLA ആയ സമയത്ത് അവർ 2 പേരും നിയമസഭയിലുണ്ടായിരുന്നു. നല്ല വ്യക്തിത്വങ്ങളാണ്, 2 പേരും നല്ല വ്യക്തിത്വങ്ങളാണ്. സർ, രാഷ്ട്രീയത്തിനപ്പുറം എതിർചേരിയിൽ നിന്ന് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടോ? തീർച്ചയായും. അതാ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം. എല്ലാവരും മനുഷ്യരല്ലേ, ദൈവത്തിൻ്റെ എങ്ങനെ രാഷ്ട്രീയ എതിർചേരിയിൽ നിന്ന് ഉള്ള ഒരു സൗഹൃദങ്ങൾ പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും? എത്രയോ കാര്യങ്ങളിൽ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായ സമയത്താണ് ജനമൈത്രി പോലീസ് ഉണ്ടായത്. ജനമൈത്രി പോലീസ് സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയത് ഇരിങ്ങാലക്കുടയിലാണ്. അദ്ദേഹം LDFൻ്റെ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്നു, ഞാൻ പ്രതിപക്ഷത്ത് UDFൻ്റെ MLA ആയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം നടപ്പിലാക്കിയത് എൻ്റെ നിയമനത്തിലാണ്. ഞാൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം. എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന് ആ നിലയിൽ മതിപ്പുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തെ ബന്ധം അത് ഭംഗിയായി ഞാൻ ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, വലിയ ഘോഷയാത്രയായിട്ട് നടത്തി. അതിനേക്കാൾ വലിയൊരു സംഭവമുണ്ട് കേട്ടോ. ഞാൻ ഈ ജനമൈത്രി പോലീസ് സംവിധാനത്തിനും സ്റ്റുഡൻസ് പോലീസ് സംവിധാനത്തിൻ്റെയൊക്കെ തുടക്കം ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് നമ്മൾ ആ നിലയിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കി അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, തോമസ് ഉണ്ണിയാടൻ നല്ല ഒരു MLA ആണ്, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളായ ചില MLA മാർ ചോദിച്ചു, ഇത് ഇവിടെയല്ലേ പറയുന്നത്, ഇരിങ്ങാലക്കുട പോയി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറയില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഏറെ അത്ഭുതം തോന്നിയൊരു കാര്യം, ഇരിങ്ങാലക്കുടയിൽ കാട്ടൂർ പഞ്ചായത്തിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനുള്ള റോഡ് നിർമ്മിച്ചു കൊടുത്ത് ഞാനാണ് MLA ഫണ്ടിൽ നിന്ന്. അത് അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു,
ഞാൻ ഞാൻ അതിനകത്ത് വിശേഷാധികം പങ്കെടുക്കുക MLA. അപ്പോൾ ഈ തോമസ് ഉണ്ണിയാടൻ ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉണ്ണിയാടൻ്റെ കൂടെയുള്ള ചില സുഹൃത്തുക്കൾ MLA എന്നോട് ചോദിച്ചു, ഇത് ഇരിങ്ങാലക്കുട വന്ന് പറയാൻ പറ്റുമോ ഉണ്ണിയാടൻ? ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു, തോമസ് ഉണ്ണിയാടൻ നല്ല മിടുക്കനായ ഒരു MLA ആണ്. കോടിയേരി ബാലകൃഷ്ണൻ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. അതുപോലെ AK ബാലൻ, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹമാണ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ച നിയോജകമണ്ഡലമാണെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം ഒന്നും എതിർത്തില്ല. അദ്ദേഹമാണ് പറയുന്നത്, പ്രതിപക്ഷത്തിൻ്റെ MLA തോമസ് ഉണ്ണിയാടൻ ആദ്യമായി ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ഒരു MLA എന്നല്ല. നിയമസഭയിൽ അദ്ദേഹം പറയുന്നു, ഈ വൈദ്യുതീകരണം നടത്തണമെന്ന് നിയമസഭ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ MLA ചോദിക്കുന്നു, KSB എത്ര പൈസ തരും, ഗവൺമെൻറ് എത്ര പൈസ തരും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അതൊക്കെ തോമസ് ഉണ്ണിയാടൻ പറയും. അദ്ദേഹം പറഞ്ഞില്ലേ, കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ദേശാഭിമാനി പോലും അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നേതാക്കന്മാരോടും എന്നും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ കഴിവുകളും പ്രത്യേകതകളും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരുപാട് വകയുള്ള ആളുകളാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലൈൻ നമുക്കുണ്ട്, അതനുസരിച്ച് തന്നെ പോകുന്നത് ആണ്. അതൊരു ആശയത്തിൻ്റെയും ഒക്കെ ഒരു കാര്യമാണല്ലോ തീർച്ചയായിട്ടും. അതുകൊണ്ടൊന്നും എതിർചേരി നിൽക്കുന്ന ആളുകളെ നമ്മൾ എന്തെങ്കിലും ദേഷ്യത്തോട് കാണുകയോ അവരുടെ എന്തെങ്കിലുമൊക്കെ വിദ്വേഷം വെച്ച് പുലർത്തുന്നതോ ശരിയല്ല. മാക്സിമം ആളുകളെ സ്നേഹിക്കുക. ഒരു ജന്മമല്ലേ ഉള്ളൂ, ഈശ്വരൻ തന്ന ഒരു ജന്മമല്ലേ ഉള്ളൂ. അതെല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും ആദരിച്ചും ബഹുമാനിച്ചും ആരെ പറ്റിയും കുറ്റം പറയാതെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചും പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ജീവിതത്തിൽ. അത് ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം, മരിക്കുന്നവനെ അങ്ങനെ തുടരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബാല്യകാലം തൊട്ട് ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആണുങ്ങൾ കാണിക്കുന്നു അതാണ്. സർ, ആക്ച്വലി നമ്മൾ പറയും ഈ ലഹരിക്ക് ഒരു പ്രതിവിധിയായി കുട്ടികൾക്ക് സ്പോർട്സ് പഠിപ്പിക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്വപ്നം മനസ്സിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായിട്ട് അതിലേക്ക് ഈ സ്പോർട്സും ഗെയിംസും പ്രോത്സാഹിപ്പിക്കുകയും അത് ആവശ്യമായ സാഹചര്യം ചെയ്തു കൊടുക്കുകയും വേണം. കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും പോരാ. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിങ്ങാലക്കുടയിലാണെങ്കിൽ ഒട്ടനവധിയായിട്ടുള്ള ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട്. ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടുകൾ നന്നായി നവീകരിക്കണം, മോഡേണൈസേഷൻ. ഇപ്പോൾ അങ്ങനെ നന്നായി മോഡേണൈസേഷൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫുട്ബോള്, വോളിബോള്, ഷട്ടിൽ ടൂർണമെൻറ്റ്, ബാസ്ക്കറ്റ് ബോള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി കൊടുക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്നൊരു ഗുണം, നമ്മുടെ ഈ ചെറുപ്പക്കാർ കുട്ടികൾ പലരും ഇപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഡ്രഗ്സിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതിൽ നിന്ന് വലിയൊരു മോചനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ടീം സ്പിരിറ്റ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ പറ്റും ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ. പിന്നെ പരാജയം എങ്ങനെ ഫേസ് ചെയ്യാം. ഇപ്പോൾ 2 ടീമായിട്ട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ടീമായിട്ട് കളിക്കുമ്പോൾ പരാജയം ഉണ്ടാവുമല്ലോ. പക്ഷെ അവർ നന്നായി ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു വിഷയമാണ് ആത്മഹത്യ. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ ഒക്കെ സൂയിസൈഡ് ചെയ്യുക. ഇതിനൊരു വലിയ മാറ്റം ഉണ്ടാകാൻ പറ്റും. പരാജയത്തെ നേരിടാൻ ശക്തി ഉണ്ടാകണം. പരാജയമല്ല ഒരു ജീവിതം അവസാനിപ്പിക്കേണ്ടത്, അതിൽ നിന്ന് വീണ്ടും വിജയിക്കണം. അങ്ങനെയല്ലേ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അതെ, ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അതെ, ഒരു സമയത്ത് ജയിക്കും, വേറെ സമയത്ത് പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെടുമ്പോൾ അവൻ്റെ വീട്ടിൽ അടുത്ത ജയിക്കാം, വീണ്ടും ജയിച്ചാൽ വീണ്ടും പരാജയപ്പെടാം, വീണ്ടും ജയിക്കാൻ വരും. അപ്പോൾ ഒരിക്കലും പരാജയത്തിനെ ഭീതിയോടെ കാണുന്നൊരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടീം സ്പിരിറ്റ് അതൊരു വലിയൊരു കാര്യമാണ്. നന്നായി ടീം സ്പിരിറ്റ് ഉണ്ടാകും. പിന്നെ നല്ല നിലയിൽ ശരീരം പുഷ്ടിപ്പെടുമല്ലോ, മനസ്സ് ശക്തിപ്പെടും, ശരീരം പുഷ്ടിപ്പെടും. അതുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഈ സ്പോർട്സ് ഗെയിംസിനെ വലിയ നിലയിൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കണം, അതിനാവശ്യം സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇരിങ്ങാലക്കുട അതിനുള്ള സർക്കാർ സ്കൂളുകളിലുള്ള ഗ്രൗണ്ടുകളൊക്കെ നന്നായി മോഡേണൈസ് ചെയ്യുക, അങ്ങനെ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. സർ, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം, ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ ജെൻസി രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്നു, അവർ വളരെ അപ്പൊളിറ്റിക്കലാകുന്നു. അപ്പോൾ അതേപ്പറ്റി അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? ജെൻസി അപ്പൊളിറ്റിക്കാണ് എന്നുള്ളതിനോട് എനിക്ക് ഊഹിക്കാൻ കഴിയില്ല.
അവർ പൊളിറ്റിക്കലി സ്മാർട്ടാണ് ജെൻസി. പല അനുഭവങ്ങളുണ്ടല്ലോ. ആ ജെൻസി പലതും കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് 70 മണിക്കൂർ ജോലി ചെയ്യണം എന്നൊരു കോർപ്പറേറ്റ് നിർദ്ദേശം വന്നപ്പോൾ ജെൻസി അത് അതിന് നന്നായി ഫേസ് ചെയ്തു. അവർ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായി. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. അവരത് മൊബൈൽ ഫോണിലൂടെ സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് വലിയൊരു മാറ്റം ഉണ്ടാക്കിയില്ലേ? അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നേപ്പാളിൽ അഴിമതിക്കെതിരെ വലിയ പോരാട്ടം ജെൻസി നടത്തിയില്ലേ സമൂഹ മാധ്യമങ്ങളിലൂടെ? അത് വലിയ മാറ്റം ആ അഴിമതി അവർ അവസാനിപ്പിച്ചു. ഗവൺമെൻറ് താഴെ ഇറങ്ങി. അപ്പോൾ വിവിധങ്ങളാകുന്ന അഴിമതികളെ സംബന്ധിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുരോഗതിയെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നേരിടുന്നതിനെ സംബന്ധിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ചെയ്യുന്നുണ്ട്, കറപ്ഷൻ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെൻസി പൊളിറ്റിക്കലി സ്മാർട്ടാണ്, അവർ പൊളിറ്റിക്കലല്ല. അപ്പോൾ ആ ചിന്ത നമ്മൾ മാറ്റണം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതന്നെ വേണം. അവരോട് സംസാരിക്കാൻ നമ്മളെങ്ങനെ നവീകരിക്കപ്പെടണമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അവരുടെ ചിന്തകളെക്കുറിച്ച്, അവരുടെ അഭിരുചിയെക്കുറിച്ച്, അവരുടെ മാനസിക വ്യാപാരങ്ങളെ സംബന്ധിച്ച്, അവരുടെ ബുദ്ധി വൈഭവത്തെ സംബന്ധിച്ച്, അവർ ഏർപ്പെടുന്ന മേഖലകളിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തണം, പഠിക്കണം. അല്ലാതെ അവർ ഇങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വരുന്നില്ലാത്തവരാണ്, കൊടി പിടിക്കാൻ വരാത്ത ആളുകളാണ്, അതുകൊണ്ട് രാഷ്ട്രീയത്തിനോട് വിരോധമുള്ള ആളുകളാണ്. ഈ ഒരു കൺസെപ്റ്റ് മാറ്റണം, അവരെ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് പറയുന്നത് അവർ മിക്കവാറും എല്ലാവരും തന്നെ പൊളിറ്റിക്കലി സ്മാർട്ട് തന്നെയാണ്. അതുകൊണ്ട് അവർ ഉൾക്കൊള്ളണം. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. അവർ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അവരിലേക്ക് എത്തണ്ടേ നമ്മൾ? സർ, അതുപോലെ തന്നെയാണ് ഒരു സംശയം. നമ്മൾ ഈ ഇരിങ്ങാലക്കുടയിലെ വികസനത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ വികസനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം. അതൊക്കെ നേരിട്ടിട്ടാവണം നമ്മൾ ഈ എൻഡ് റിസൾട്ടിലേക്ക് എത്തേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ അവസാനത്തെ റിസൾട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആ പ്രോസസ്സ് അതൊന്ന് വിശദീകരിക്കാമോ? അതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യം കേട്ടോ. പലപ്പോഴും ഉദ്ഘാടന സമയത്ത് റിബൺ കട്ട് ചെയ്യുന്നതും അതിൻ്റെ ഫോട്ടോ വരുന്നതും ഒക്കെ കാണുമ്പോൾ ഇവരാണ് ഈ വികസനത്തിൻ്റെ മുഴുവൻ ആളുകൾ എന്ന നിലയിൽ ധരിക്കുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കുറച്ച് വിഷമിപ്പിച്ച കാര്യങ്ങളാണ്. അവിടുത്തെ വലിയൊരു ട്രാഫിക് പ്രോബ്ലം ആയിരുന്നു. ഈ സ്റ്റേറ്റ് ഹൈവേ ഡാണ ചന്തക്കുന്ന് ഭാഗത്തുണ്ടായിരുന്നില്ല ഒരു ട്രാഫിക് പ്രോബ്ലം. അപ്പോൾ ഞാൻ 2001 MLA ആയിരുന്നെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ അത്ര വലിയ ട്രാഫിക് പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2014-15 കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ അതങ്ങോട്ട് രൂക്ഷമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയമാണ് ഡാണ ചന്തക്കുന്ന് പ്രദേശങ്ങൾ ഒന്ന് വികസിപ്പിക്കുകയും അവിടെ റോഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുകയും വേണം. സമീപ സ്ഥലത്തെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് അക്വയർ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏർപ്പെട്ടു. ഞാനങ്ങനൊരു വിഷയം എൻ്റെ മനസ്സിലുണ്ടായപ്പോഴേ ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആവശ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, അതിനുള്ള പ്ലാൻ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്ലാൻ തയ്യാറാക്കിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനത് ഗവൺമെൻറ്റിൽ എടുക്കൽ. അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്, ധനകാര്യമന്ത്രി മാണി സാറാണ്. അപ്പോൾ ഞാൻ അവരെ പോയി കണ്ടു. ഇതൊരാവശ്യം അടിയന്തരമായിട്ട് ചെയ്തു തന്നേ പറ്റൂ. അപ്പോൾ ഞാൻ അതിനു മുമ്പൊക്കെ ഓരോ ബഡ്ജറ്റിലും ഓരോ ഡെവലപ്മെൻറ്റുകൾ ഇരിങ്ങാലക്കുട കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതും ഞാൻ പറയാം. അങ്ങനെയാണ് ഇരിങ്ങാലക്കുട വലിയ നിലയിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നേറിയിട്ടുള്ളത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം പറഞ്ഞു. ഒടുവിൽ ആദ്യമൊക്കെ ഫണ്ടിൻ്റെ അപര്യാപ്തയൊക്കെ പറഞ്ഞു. ഞാൻ അവരോടുള്ള ഈ മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും കണ്ടുപോവും ഈ ആവശ്യത്തിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി അവർ സമ്മതിച്ചു. അങ്ങനെ മാണി സാർ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചു. 2014-15 പ്രഖ്യാപിച്ചു. ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വികസനം പ്രഖ്യാപിച്ചു. ഫണ്ട് അലോട്ട് ചെയ്തു. അപ്പോൾ അതിലേക്കുള്ള ഭരണാനുമതി ലഭിച്ചു, അതിലേക്കുള്ള സാങ്കേതിക അനുമതി ലഭിച്ചു. അതിലേക്ക് ആദ്യം പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 കോടി രൂപ ആദ്യം അനുവദിച്ചു. അവിടെ ഡെവലപ്മെൻറ്റ് സ്കീമിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചു. പിന്നീട് അത് ഭാവിയിൽ കൂടുതൽ അനുവദിച്ച് കിട്ടും. അതിലേക്ക് ആവശ്യമാകുന്ന മറ്റ് സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ച് കിട്ടി. ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കൂടി, കളക്ടർ അധ്യക്ഷയിൽ വേറെ മറ്റ് പല യോഗങ്ങൾ കൂടി. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പ്രവൃത്തിയിലൂടെ, ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനത്തിലൂടെ, ഇത് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡിലങ്ങ് തീർന്നു. പക്ഷേ എത്ര മാസങ്ങളാണെന്നറിയാം അതിൻ്റെ പുറകിൽ നിന്ന് ഓരോ കാര്യങ്ങൾ, പ്രോബ്ലങ്ങൾ പറ്റില്ലേ,
അതിനെയൊക്കെ അഴിച്ചു മാറ്റി എല്ലാ കാര്യങ്ങളും നിർത്താം. അക്വിസേഷൻ നടപടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ 2016 തിരഞ്ഞെടുപ്പ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞു. പിന്നീട് വേണമെങ്കിൽ ആ പദ്ധതി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. പക്ഷേ ഇപ്പോഴും ആ പദ്ധതി പൂർത്തിയായിട്ടില്ല. ഏതാണ്ട് 10 വർഷത്തോളമാകുന്നു. ഇപ്പോൾ ഏതാണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയല്ലേ, അതുകൊണ്ട് എങ്ങനെയും അത് തീർക്കുമായിരിക്കും. തീരട്ടെ, നാട്ടിൽ നല്ലതാണ്, വരണം. അങ്ങനെ വരുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തത് ഇത്രയും ആക്കിയതൊക്കെ അങ്ങ് വിസ്മരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നടത്തി പൂർത്തീകരിച്ച ആ പ്രോസസ്സൊക്കെ തന്നെയും പിന്നീട് ആര് വന്നാലും അതങ്ങ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ റാണ ചന്തക്കുന്ന് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഞാൻ മാത്രമായി വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ തങ്ങളുടേത് മാത്രമാണ് എന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. അത് ഇവിടെ നമ്മുടെ ഇഴിഞ്ഞം തുറമുഖ പദ്ധതി, അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ, ഇത് പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ അവരുടെ മാത്രമാണെന്നുള്ള വ്യാഖ്യാനം അവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ കൊച്ചി മെട്രോ അവരുടെ മാത്രമാണെന്നൊരു വ്യാഖ്യാനം അവർ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഇതെല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകളുടെ മനസ്സ് തോന്നുന്നത് എന്താ? അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധി, അല്ല അദാനി ഗൗതം അദാനിയുടെ മകനാണെന്നാണ് കരൺ അദാനി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ ഗവൺമെൻറ്റോ പറയുന്നില്ല. അപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലാകട്ടെ, അതുപോലെ കൊച്ചി മെട്രോ പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ട്രെയിൻ ഓടി എന്ന് മാത്രമേ, ബാക്കി മുഴുവൻ കാര്യങ്ങളും ചെയ്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആ മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ടു. അതൊരു ഞാൻ സൂചിപ്പിച്ച ഒരു മാന്യതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അംഗീകരിക്കേണ്ടത് അംഗീകരിച്ച് പോകുമ്പോഴാണ് ഒരു നല്ലൊരു സംസ്കാരമാണെന്ന് ആളുകൾക്ക് പറയാനായിട്ട് കഴിയൂ. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന് അതിൻ്റെ പിറകിൽ ഉള്ളതും ആ പദ്ധതി കൊണ്ടുവരുന്നതിന് ഏതാണ്ട് 90% ചെയ്ത ആളുകൾ അവരെ വിസ്മരിക്കരുത്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തത് ഞാനത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളാണ്, അംഗീകരിച്ചു കൊടുക്കുക. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഇതിൻ്റെ പുറകെ വലിയ കഠിനാധ്വാനവും ഇത്തരത്തിൽ വർക്ക് തുടങ്ങുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് അങ്ങനെ കൂടി വന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവസാനം അവിടെ മെറ്റൽ വിരിക്കുന്നതോ അല്ലെങ്കിൽ ടാറിങ് ചെയ്യുന്നതോ വാർക്കുന്നതോ മാത്രം ഒച്ചുകൊണ്ട് ഇത് ഈ വികസനത്തിൻ്റെയൊക്കെ ആളുകൾ തങ്ങളാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല. അപ്പോൾ ഞാൻ സാറിനോട് പറയുകയാണ്, അങ്ങ് കാണുന്ന ഒരു ഇരിങ്ങാലക്കുട എങ്കിൽ എന്തായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോഴേ അവിടുത്തെ ഒരു വേറൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പൊതുവായൊരു വിഷയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാർ, അവർക്കിടയിലുണ്ടാകുന്ന ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം. സിന്തറ്റിക് ഡ്രഗ്സ് പോലും വരികയാണ്. നമുക്ക് പേരുകൾ പോലും പറയാൻ പറ്റാത്ത നിലയിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടിക്കൂടി വരും. അപ്പോൾ ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ 2016 കാലഘട്ടത്തിലൊരു 3000 ശിഷ്ടം ആളുകളാണ് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 27,000-ഓളം ആളുകൾ ഈ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടതായിട്ട് കാണുക. ഇത് ഔദ്യോഗിക കണക്ക്. ഇതിൽ പെടാതെ എത്രയോ ആളുകളുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്? 9 വർഷത്തെ കണക്ക് 9 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് നമ്മുടെ എത്രയോ വിദ്യാർത്ഥികൾ, എത്രയോ ചെറുപ്പക്കാരാണ് അവർ ഭാവി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു നഷ്ടം മാത്രമല്ല, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ എത്രയോ ഉയർന്നു വരാവുന്ന ഒരു വ്യക്തി, ആ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ച, ഒരു സമൂഹത്തിനുണ്ടാകുന്ന വിഷയം, വയലൻ്റ് ആകുന്നു, ക്രിമിനലാകുന്നു, റോഡപകടങ്ങളുണ്ടാകുന്നു, മറ്റുള്ള ആളുകളുടെ മേൽ മെക്കിട്ട് കയറുന്നു, അവരെ മർദ്ദിക്കുന്നു, അവർക്ക് നേരെ പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ നമ്മളുടെ പല വീടുകളിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വരുന്നതിൻ്റെ വാർത്തകൾ, പഠിക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകൾ കാണിക്കുന്ന പരാക്രമങ്ങൾ, മൊത്തത്തിൽ അസ്വസ്ഥയാകുന്നു. വളർന്നു വരുന്ന ഒരു യുവത്വം, വലിയ നിലയിൽ വരേണ്ട യുവത്വം നശിച്ചു പോവുകയാണ്. സമൂഹത്തിന് ഇനി ഒരുപാട് മുന്നേറാൻ പറ്റുന്ന പല മേഖലയിലും അത് നമുക്ക് കാണാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുത്തിയേ പറ്റൂ. ഇത് ശക്തമായ നിലപാട് സ്വീകരിക്കണം. അവയർനെസ് കൊടുക്കാനുള്ള സന്ദർഭങ്ങൾ അവയർനെസ് കൊടുക്കുക തന്നെ വേണം. അത് മാത്രം പോല നിയമം കർക്കശമാക്കണം.
ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ കൂടണം, അത് റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ നിയമം ശക്തമാക്കണം, പോലീസ് ഭാഗത്തു നിന്ന് നടപടി ശക്തമാക്കണം, അതുപോലെ പേരൻസിന് നല്ല അവയർനെസ് കൊടുക്കണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള പുരോഗതി കൈവരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ ശക്തമായ നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം, നാടിനെ ഐശ്വര്യമാക്കണം. ഞാൻ അതിനകത്ത് തീർച്ചയായിട്ടും ശക്തമാനോട് സ്വീകരിക്കും. അത് വിമുക്തമാക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും. സർ, നമ്മുടെയൊക്കെ യുവാക്കളിപ്പോൾ ലഹരിക്ക് അടിമപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ അതിനെന്ത് പരിഹാരമാണ് അങ്ങയുടെ മനസ്സിലുള്ളത്? നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും കായിക രംഗത്തേക്ക് അവരെ ഒന്ന് വരുത്താനുള്ള സാഹചര്യം ചെയ്യണം. ഇപ്പോൾ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് ഗവൺമെൻറ് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് മൈതാനങ്ങളുണ്ട്, ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് നവീകരിക്കണം, മോഡേണൈസേഷൻ. വെറുതെ പോലെ ഒരു അട്രാക്ഷൻ ഉണ്ടാകണം. ഇപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, പ്രൈവറ്റ് മേഖലകളിലൊക്കെ ധാരാളം ഉണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി മോഡേണൈസ് ചെയ്ത് ഗവൺമെൻറ് തലത്തിൽ ഈ ഗ്രൗണ്ടുകൾ നമ്മൾ കുട്ടികൾക്ക് അവിടെ ഗെയിംസ്, ഫുട്ബോൾ, വോളിബോൾ ഒക്കെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. തോമസ് ഉണ്ണിയേട്ടൻ എന്ന രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു കാര്യമാണ് 2010 കേരള കോൺഗ്രസിൻ്റെ ലയനം. അതിൽ സാറിൻ്റെ പങ്കെന്തായിരുന്നു? ഇനി അത്തരം ഒരു പൊളിറ്റിക്കൽ മിറാക്കിളിന് സാധ്യതയുണ്ടോ? 2010 കേരള കോൺഗ്രസ്സിലെ ഒരു ലയനം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് പല കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ട് രണ്ട് മുന്നണിയിലുമായിരുന്നു. അന്ന് UDF മുന്നണിയിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ബാലകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള കോൺഗ്രസും TN ജേക്കബ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും പിന്നെ ഞാൻ നിന്നിരുന്ന കൈമാണി സാറിൻ്റെ കൂടെയുള്ള കേരള കോൺഗ്രസും പിന്നെ പി ജോസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് LDF മുന്നണിയിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേരള കോൺഗ്രസും കൂടി ലയിക്കണമെന്നൊരാഗ്രഹം എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു. അതിലേക്കുള്ള ഉദ്യമങ്ങളൊക്കെ ചിലതൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ അത് പരിപൂർണത്തിലെത്തിയ സാഹചര്യം ഉണ്ടായില്ല. ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലൊരു വലിയ മോഹം ഉണ്ടായിരുന്നു, എല്ലാ കേരള കോൺഗ്രസും ഒന്ന് ഒന്നിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ മാണി സാറാണ് എൻ്റെ നേതാവ്. മാണി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ എല്ലാ കേരള കോൺഗ്രസിനെ ഒന്ന് യോജിപ്പിക്കാൻ ഒരു പരിശ്രമം നടന്നിട്ട് പൂർത്തിയായില്ലല്ലോ, ഞാനൊന്ന് ശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു. സാറിൻ്റെ ലീഡറാണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു ഉണ്ണിയാടനെ പറ്റുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ശ്രമമായിട്ട് മുന്നോട്ടിറങ്ങി. അപ്പോൾ നിയമസഭയിൽ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഞാനന്ന് നിയമസഭയിൽ അംഗമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആർ ബാലകൃഷ്ണൻ സാറാണ് അതിനകത്ത് ഏറ്റവും സീനിയർ ആൾ. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉത്ഭവ സമയത്തുണ്ടായിരുന്ന ഒരു നേതാവാണ് ബാലകൃഷ്ണൻ സാർ. അപ്പോൾ സാറിനോട് ആദ്യം ചെന്ന് ചോദിച്ചു, സാറേ ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ സാറ് അതിൻ്റെ അകത്ത് അത്ര താല്പര്യം പഠിപ്പിച്ചില്ല. പിന്നെ TN ജേക്കബ് സാറ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പോൾ ഈ വിവരം രണ്ടും ഞാൻ മാണി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. മാണി സാർ ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് മാണി സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മും പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഡേ. അപ്പോൾ പി ജോസഫ് സാർ അന്ന് മന്ത്രിയായിരിക്കും, LDF മന്ത്രിയായിരിക്കും. അപ്പോൾ ഞാൻ പി ജോസഫ് സാറിനോട്, സാറേ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. അത് ആദ്യമൊന്നും പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല, കാരണം രണ്ട് മുന്നണിയിൽ നിൽക്കുകയാണല്ലോ, അതുതന്നെ സാറ് മന്ത്രിയുമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയാൻ എനിക്ക് അല്പം ധൈര്യക്കുറവുണ്ടായിരുന്നു. എങ്കിലും പല ദിവസങ്ങൾ ഇരുന്ന് സാറിൻ്റെ ഒരുമിച്ച് പോയി ബെഞ്ചിലിരിക്കുന്ന നിയമസഭയിൽ പറഞ്ഞ് ഏതാണ്ട് കുറേ നാൾ കൊണ്ട് സാറിനോട് പറഞ്ഞു. സാറിന് ആദ്യം താല്പര്യം ഉണ്ടായില്ല. പിന്നെ ക്രമേണ ഏതാണ്ട് ഒരു 3 മാസ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ രാവിലെ മിക്കവാറും പല ദിവസങ്ങളിലും പി ജോസഫ് സാറിൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ്, മാണി സാറിൻ്റെ കൂടെയാണ് വൈകുന്നേരം. ഇത് രണ്ടും പറയാനാണ്. കാരണം മാണി സാറിനും പി ജോസഫ് സാറിനും എന്നോടുള്ള സ്നേഹവും ഒരടുപ്പവും ഒരു വാത്സല്യവും, എനിക്ക് അവരോടുള്ള ബഹുമാനവും ഒരു സ്നേഹവും, ഇതാണ് ഞാൻ ഇറങ്ങിയപ്പോൾ അവരും അതിനെ വളരെ സ്നേഹത്തോടെ വിശ്വസ്തയോടെ കണ്ടു. ഈ 3 പേരല്ലാണ്ട് ആരും ഈ ചർച്ചകൾ പുറത്തറിഞ്ഞിരുന്നില്ല, ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. കാരണം പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ വരുന്നത് ഇങ്ങനെ പുറത്തു വരിക, ചാനലിൽ വരിക, വാർത്തകൾ വരിക, എതിർക്കാനുള്ള എതിർക്കുക, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ. പക്ഷേ ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ലക്ഷ്യം ഇതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആരോടും പുറത്തു പറഞ്ഞു. എന്തായാലും ഒടുവിൽ അവസാനം 3 മാസത്തെ ഒരു പ്രയത്നത്തിന് ശേഷം ഈ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലയനത്തിന് വേണ്ടി പി ജോസഫ് സാറ് ഇടതുപക്ഷം മുന്നണി വിടാനായിട്ട് തീരുമാനമെടുക്കുന്നു, മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ എല്ലാമായി. അപ്പോൾ ലീഡർ ചെയർമാൻ എന്നുള്ള നിലയിലുള്ള
ആരെടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പി ഒ സാറിനോട് ഞങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, മാണി സാറ് ചെയർമാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ലീഡർ സ്ഥാനം വഹിക്കാം, ലീഡർ സ്ഥാനം മാണി സാർ വഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയർമാൻ സ്ഥാനം വഹിക്കാമെന്ന് അങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ആ വിവരം ഞാൻ മാണി സാറിനോട് പറഞ്ഞു. പക്ഷേ മാണി സാറ് ചെയർമാനും ലീഡറും ഒരുമിച്ച് അദ്ദേഹത്തിന് ഇരിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യത്തെക്കുറിച്ച് മാണി സാറ് എന്നോട് പറഞ്ഞു. ഞാനത് പി ഒ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവസാനം പിന്നെ അത് ഞാനോർത്ത് ഇത് 99% പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിനകത്ത് ഈ അവസാനമായിട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചു. നിയമസഭയിലെ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പനക്കിലച്ഛൻ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അച്ഛൻ തിരുവനന്തപുരം വരെ ഒന്ന് വരണം, ഒന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. അതും അച്ഛൻ ഏതാണ്ട് 7 മണിക്കൂർ കൊണ്ട് അവിടെ വന്നു. മാണി സാറിന് ആദ്യം സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മാണി സാറ് ചെയർമാൻ ലീഡർ സ്ഥാനം ഇരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. അന്ന് സാറ് ലീഡറാണ്. പിന്നെ പി ഒ സാറിൻ്റെ അടുത്ത് പോയി. പി ഒ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ സാറിനോട് ഞാനിങ്ങനെ മാണി സാർ ഇത് രണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പി ഒ സാറ് അതിന് അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഇത്രയൊക്കെ പി ഒ സാറ് തയ്യാറായല്ലോ അങ്ങനെ ഒരു കാര്യം സാറിൻ്റെ, എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ അച്ഛനെ മാത്രം വിട്ടു. അവസാനം ആ സമയത്ത് പൂർത്തിയായില്ല. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ധ്യാനിക്കാനായിട്ട് അന്ന് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറെന്ന് വെച്ചാൽ വലിയ ആഴ്ചയായിട്ട് ധ്യാനത്തിന് മിക്കവാറൊക്കെ പലരും വരാറുണ്ട്. അങ്ങനെ ചാലക്കുടി ധ്യാനത്തിന് 2 കൂട്ടരും വന്നു, 2 സ്ഥലങ്ങളിലാണ്. പിന്നെ അവസാനം പി ഒ സാർ ഇരുന്ന ആ സ്ഥലത്ത്, അത് ചാലക്കുടിയിലെ CMIക്കാരുടെ ഒരു ധ്യാനകേന്ദ്രത്തിലും മാണി സാറ് മിനിസ്റ്റേഴ്സ് സഭയുടെ ധ്യാനകേന്ദ്രത്തിലാണ്. എന്തായാലും ഞാൻ ആ സമയം ഉപയോഗിച്ച് രണ്ടുപേരോടെ ആയപ്പോഴത്തേക്ക് പി ഒ സാറിനെയും കൂടി വന്ന് മാണി സാറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ സമയത്ത് വരെ മാണി സാറ് പി ഒ സാറ് തമ്മിൽ കണ്ടുകയോ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പി ഒ സാറിനെ മാണി സാറിനെ ഒരുമിച്ച് മുറിയിലേക്ക് കയറ്റി സംസാരിക്കാൻ പറഞ്ഞു. പക്ഷേ കുറേ നേരം സംസാരിച്ചിട്ടും ധാരണയൊന്നും ആയില്ല. പിന്നെ കാപ്പൊടിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വർക്കിംഗ് ചെയർമാൻ പോസ്റ്റിലേക്ക് പി ഒ സാറ് ഇരിക്കുക എന്നുള്ളൊരു കാര്യം വെച്ചു. പാർട്ടി ലയനത്തിന് വേണ്ടി പി ഒ സാർ അത് സമ്മതിച്ചു. മാണി സാർ ആ നിലയിൽ വലിയ സന്തോഷമായി. അങ്ങനെ ആ ലയനം പൂർത്തിയാക്കി. ഈ ലയനം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് തീർത്തെങ്കിലും കുറേ നാളുകൾ എടുത്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു ലക്ഷ്യം ഇമ്പോസിബിളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നത്തിങ് ഇമ്പോസിബിൾ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കും. അതുതന്നെയായിരുന്നു എൻ്റെ വൈദ്യുതീകരണം ഇരിങ്ങാലക്കുട നിയമമണ്ഡലത്തിൻ്റെ, അതുതന്നെയായിരുന്നു എൻ്റെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, കേരള കോൺഗ്രസിൻ്റെ ലയനവും അതുതന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരുമിച്ച് ഒറ്റ പാർട്ടിയായിട്ട് മാറി. പക്ഷേ പിന്നീട് മാണി സാറിൻ്റെ മരണത്തോടു കൂടി അത് മുന്നോട്ട് ഒറ്റക്കെട്ടായി പോകാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഒരേ സംസ്കാരമുള്ള ആളുകൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതാണ്, ശൈലി ഉള്ള നല്ലതാണ്. പക്ഷേ അതിനൊക്കെ ഒരു ശരിക്കും നല്ല മനസ്സോടുകൂടി നീങ്ങണം. ഇങ്ങനെ അതാണ് ആവശ്യം. മനസ്സുള്ള ആളുകളാണ് എല്ലാവരും മിക്കവരും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. അത് പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അത് അനുസൃതമാകുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവരിലും രൂപപ്പെട്ടു വരണം. സാർ, അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇരിങ്ങാലക്കുടയിൽ. അപ്പോൾ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിയാടൻ സാറ് വരികയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ തനിമ ഫെസ്റ്റിനെ കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ഈ തനിമ ഫെസ്റ്റ്? ശരിക്കും തനിമയെന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടക്കാരുടെ ഒരു ഹരമാണ്. ശരിക്കും പറഞ്ഞാൽ സെലിബ്രേഷൻ ഓഫ് യൂണിറ്റി, ഒരു എന്താ പറയുന്ന ഒരു ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരുമയുടെ ഒരു മഹോത്സവമാണ്. ആ തനിമ വരാൻ ആളുകൾ കാത്തിരിക്കുക. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറി തനിമ. മെഗാ തിരുവാതിരകളെ 5213 കലാകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ തിരുവാതിരകളി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കിടക്കുക. അതുപോലെ തനിമ ആ സാംസ്കാരിക ഉത്സവം തുടങ്ങുന്നതിന് 3 മാസം മുമ്പേ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആരംഭിക്കും. എല്ലാവരുടെയും കൂട്ടായ്മ, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, അധ്യാപകരുടെ കൂട്ടായ്മ, ജനപ്രതിനിധികളുടെ കൂട്ടായ്മ, വ്യാപാരികളുടെ കൂട്ടായ്മ, സാംസ്കാരിക നായകന്മാരുടെയും പ്രവർത്തകരുടെയും കൂട്ടായ്മ, ഏതെല്ലാം തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്. കാർഷിക മേഖല ആളുകളുടെ പോലും കൂട്ടായ്മ നടത്തി. അങ്ങനെ വ്യത്യസ്തമാകുന്ന ആളുകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് അവരെല്ലാവരെയും ഈ ഒരു തനിമയുടെ ഭാഗമാക്കി ഞാൻ മാറ്റുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ ഇതിനകത്ത് ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാവരെയും ലീഡർമാരാക്കി നമ്മൾ മാറ്റി. അവരിൽ എല്ലാവരിലും അവബോധം ഉണ്ടാക്കി, നിങ്ങളിതിൻ്റെ ലീഡറാണ്,
ഞാൻ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നാലും മറ്റുള്ള എല്ലാ ആളുകളും അതിൻ്റെ ഒരു ലീഡേഴ്സ് തന്നെയാണ്. അല്ലോ, ഇടവേള ബാബുവൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. കോർത്തിണക്കി, ഞാൻ പറയാം, ഒരു യൂണിറ്റിയോട് കൂടി. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാർത്ഥിയെന്നോ യുവാക്കളെന്നോ വികാരം അത് ഒരു നാടിൻ്റെ ഗതകാല പ്രൗഢിയെ വർത്തമാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നിലവിലുള്ള വ്യത്യസ്തരായ ആളുകളെ നമ്മൾ ആദരിക്കുക. മൺമറഞ്ഞു പോയ മഹാന്മാരായ ഇരിങ്ങാലക്കുടക്കാര ആളുകൾ എല്ലാവരെയും അനുസ്മരിക്കുക. അപ്പം അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങളാകുന്ന നമ്മുടെ മനസ്സിന് കുളിർമയാകുന്ന വലിയ കലാപരിപാടി അവതരിപ്പിക്കുക. അത് പുറത്തുള്ള വ്യക്തികളുടെയും കലാകാരന്മാരുടെ പരിപാടി മാത്രമല്ല, അവിടുത്തെ കുട്ടികളുടെയും അവിടുത്തെ യുവാക്കളുടെയും പരിപാടി നടത്തുക. ഇതിലേക്കുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര സംഘടിപ്പിക്കുക. ഓരോ പ്രദേശത്തു നിന്നും മൺമറഞ്ഞു പോയിട്ടുള്ള മഹാരഥന്മാരുടെ സ്മൃതിസ്ഥാനത്തു നിന്ന് കൊളുത്തുന്ന ദീപശിഖകൾ കൊണ്ടുവരുന്ന വലിയൊരു ജ്യോതിയായി അവിടെ അമ്മന്നൂർ മാധവ ചാക്യാർ നാമധേയത്തിലുള്ള മണ്ഡപത്തിൽ ജ്വലിപ്പിച്ച് നിർത്തുക അവസാനം വരെ. എന്തോ ഒരു 10-12 ദിവസം നിന്ന് നിൽക്കുന്ന ആ മഹോത്സവം കഴിയുമ്പോൾ എല്ലാ ആളുകളും പറയുകയാണ്, അയ്യോ ഇനി എന്നാ തനിമ വരുന്നത്. അത്രയ്ക്ക് തരും, എല്ലാവരുടെയും കൂടിയുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു എന്താ പറയുക, സെലിബ്രേഷൻ ഓഫ് യൂണിറ്റി. അത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ഉള്ള തനിമ ഇനി നടത്താൻ തീർച്ചയായിട്ടും കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലാക്കി മാറ്റും. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വിദേശികളൊക്കെ വരുന്നുണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം, അത് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സംഭവമാക്കി മാറ്റും. ഇരിങ്ങാലക്കുടക്കാർക്ക് ഈ പറഞ്ഞ അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം ഇവിടെ വന്നാൽ ഏറ്റവും നല്ല ഒരു നാടായി. കാരണം അഭിമാനിക്കാൻ ലോക രാജ്യങ്ങൾ അങ്ങോട്ട് വരാൻ പോവുകയല്ലേ. അവരുടെ കലകൾ, സാഹിത്യങ്ങൾ, സംസ്കാര പ്രവൃത്തികൾ എല്ലാം അവിടെ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം അവിടെ വരുന്നു. തനിമ പോലുള്ള ഇൻ്റർനാഷണൽ കൾച്ചർ ഫെസ്റ്റിവൽ അവിടെ വരുന്നു. അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഇനി ആ നിലയ്ക്ക്. അപ്പോൾ അതാണ് ഞാൻ തനിമ എന്നുള്ളതൊരു വികാരമാണ്. അന്നാണ് ഒരിക്കൽ ആദ്യത്തെ തനിമ നടത്തിയപ്പോഴാണ് ഇത്രയും മഹത്തര നാടിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ എല്ലാവരും പറഞ്ഞത് വരദാനങ്ങളുടെ നാട് എന്നിടണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന ഇരിങ്ങാലക്കുടയിലെ ചെറിയ കുട്ടിയായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ ഉണ്ണിയാടൻ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ഇരിങ്ങാലക്കുടക്കാരുടെ ആ വിളി എത്ര ആസ്വദിക്കുന്നുണ്ട്? അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിളി കേൾക്കുമ്പോൾ. തോമസ് ഉണ്ണിയാടൻ എന്നാണ് എൻ്റെ മുഴുവൻ പേര്. ഉണ്ണിയാടൻ എന്ന് വീട്ടുപേരായതുകൊണ്ടാണ് ഉണ്ണിയാടൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു സ്നേഹഭാവം, ഒരു വാത്സല്യഭാവം, ശരിക്കും ഞാനത് ആസ്വദിക്കുക, എനിക്കിഷ്ടമാണ്. സാർ, ഒരുപാട് സന്തോഷം തിരക്കിനിടയിലും നമ്മുടെ അടുത്തേക്ക് എത്തിയതിന്, സംസാരിച്ചതിന്. താങ്ക് യു.